ജോർജറ്റിലെ മുകേഷ് വർക്ക്. ഈ വർക്ക് ചെയ്യാനായിട്ട് ഒരു മാസം പിടിക്കും. എന്താ പറയാ, ആ ഒരു പീസ് എന്ന് പറയില്ല, ആ ഒരു സംഭവം. ഞങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയപ്പോ കട കണ്ടപ്പോ ഒരു സ്പെഷ്യലായിട്ട് തോന്നി ചിക്കൻ കറിയുടെ കണ്ടപ്പം. ഇത് മസ്ലിനില്, ഇത് ഓംബ്രെ സ്റ്റൈല് ഷെയ്ഡഡ് ആണ്. നോർമൽ കാണുന്നേക്കാളും വിട്ടിട്ട് കുറച്ച് ഡിഫറെന്റ് വർക്ക് ആണ് ചിക്കൻ കറിയിൽ. നടുക്കിൽ ഇങ്ങനെ കെട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഒരു ഓംബ്രെ സ്റ്റൈലിലാണ് വരുന്നത്. ഇത് വീഡിയോ കണ്ടത് വന്ന ആൾക്കാർക്ക് 10% ഡിസ്കൗണ്ട് കൊടുക്കും. 10% ഡിസ്കൗണ്ട് കൊടുക്കും. മഹേശ്വരി സിൽക്ക് അതിലാണ് ചിക്കൻ കറി ചെയ്തിരിക്കുന്നത്. 36 ടൈപ്പ് വർക്കാണ്. ചിക്കൻ കറി എന്ന് പറയുമ്പോൾ ഇടാനും ഉടുക്കാൻ നല്ല കംഫർട്ടബിൾ ആണ്. കൊച്ചമ്മമാരുടെ ടസർ സിൽക്ക്. ഞാൻ ഇട്ടിരിക്കുന്നത് മുകേഷ് വർക്ക് അല്ലേ? ഇത് മുകേഷ് വർക്കാണ്. റീറ്റെയിൽ ആണ് കേട്ടോ, സിംഗിൾ പീസ് അവൈലബിൾ ആണ്. ഇത് എത്ര വർക്ക് ചെയ്യാൻ വേണ്ടി ഏറ്റവും കുറഞ്ഞത് 10-20 ദിവസം വേണം. 20 days. ചിക്കൻ കറി ടിഷ്യൂലും അനാർക്കലി സ്റ്റൈലും ഭയങ്കര ഇഷ്ടം. പ്രത്യേകിച്ച് പിന്നെ ഇങ്ങനത്തെ ചിക്കൻ കറി വർക്ക് എന്നൊക്കെ പറയുമ്പോ. ക്യാപ്റ്റൻ ആണോ? ഏത് കപ്പലില്? എന്ത് 1.5 മാസത്തെ വർക്കാണോ ഈ കാണുന്നത്? സിൽക്കില്, പ്യുവർ സിൽക്കില്. ഇത് 2 സൈഡ് വർക്ക് ചെയ്യാൻ 3 മാസം വേണം. ഇതാണ് അനാർക്കലി ഫ്ലെയർ ഉള്ളത്. ഫ്ലയർ ടൈപ്പ് കാണാറുണ്ട് സ്ഥിരമായിട്ട്. ലൈഫ് വിത്ത് ഷെൽമി അല്ലേ? ഹായ് ഗൈസ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്ത് MG റോഡില്. അതും ഒരു കടയിലും ഇതേപോലത്തെ വെറൈറ്റീസ് ഞാൻ കണ്ടിട്ടില്ല. ലക്നവി ചിക്കൻ കറി കുർത്തി, അതും ഒറിജിനൽ ചിക്കൻ കറി കുർത്തിയുടെ വെറൈറ്റീസ് ഒരു ഒറ്റ ഷോപ്പിൽ അത് മാത്രമുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ എറണാകുളം MG റോഡിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാ മഹാരാജ കോളേജിൻ്റെ മെട്രോ ആണ് കാണുന്നത്. മഹാരാജ കോളേജിൻ്റെ അടുത്തായിട്ട് പില്ലർ നമ്പർ 698. പില്ലർ നമ്പർ 698 എത്തണേക്കാളും മുന്നേ ഈ സൈഡിൽ കൂടെ വരികയാണെങ്കിൽ വണ്ടി പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പോണത് ലക്നൗ ചിക്കൻ പാലസ്. അവരുടെ കടയുടെ പേര് അത് തന്നെയാണ്, ലക്നൗ ചിക്കൻ പാലസ്. ഷോപ്പിൻ്റെ പേര്. ഫുൾ ചിക്കൻ കറിയുടെ വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ. അതും ഞാൻ ഇട്ടിരിക്കുന്നതും ഇവിടുത്തെ തന്നെയാണ്. അതും പ്യുവർ മെറ്റീരിയലും നല്ല നല്ല വെറൈറ്റീസ്. ചിക്കൻ കറി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു രീതിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, പക്ഷെ 1-2 ഒരുപാട് വെറൈറ്റീസ്, ഒരുപാട് സ്റ്റിച്ചിങ്ങിൽ വരുന്ന ഒരു കളക്ഷൻസ് കൂടിയാണ്. അപ്പോൾ കയറി നോക്കിയാൽ നമുക്ക് എന്തൊക്കെ വെറൈറ്റീസ്, അതുകൂടാണ്ട് ഡിസ്പ്ലേയിൽ ഇട്ടിരിക്കുന്നത് വെച്ചാൽ 2 പീസ് 3 പീസ് സിംഗിൾ കുർത്തീസ്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട്. ഞാൻ ടോട്ടലി ഫാനാണ് ചിക്കൻ കറി. പോവാം. ചിക്കൻ കറി ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ഷോപ്പ് ഡെഫിനറ്റ്ലി വിസിറ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഹായ്, ഇവിടുത്തെ കാഷ്യർ. നമുക്ക് ഇങ്ങോരെ തന്നെ പിടിക്കാം. ഇവിടെ എന്താണ്? ഹായ്, വെൽക്കം ടു ദിസ് വീഡിയോ. ഇപ്പോൾ ഈ ഒരു ലക്നൗ ചിക്കൻ കറി പാലസ് എന്നാണല്ലോ ഈ ഇത് കടയുടെ പേര്. കസന്ന എന്താ പേര് പറഞ്ഞത്? അതെന്താ അർത്ഥം? ഗാലക്സി. ഓക്കെ, അതാണ് ശരിക്കും. അപ്പൊ നമ്മുടെ എറണാകുളത്ത് ആകെ ഇങ്ങനെ ഒരേ ഒരു ഷോപ്പ് മാത്രമല്ലോ, അതും ലക്നൗവിലെ പ്യുവർ ചിക്കൻ കറി കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് ഈ ഒരു കടയിലത്തെ പ്രത്യേകത? ഇത് നമ്മൾ അവിടെ സ്വന്തം മാനുഫാക്ചർ ഉണ്ട് ലക്നൗവിലെ, സ്വന്തമായിട്ടാണ് അവിടെ ചെയ്യുന്നത്. അവിടെ ഡയറക്റ്റ് ആണ് കൊണ്ടുപോകുന്നത് ഇവിടെ. ഓക്കെ, ഡയറക്റ്റ് മാനുഫാക്ചേഴ്സ് ആണ്. അതിന്റെ ഇടയിൽ കസ്റ്റമർ വേണ്ട നിങ്ങൾക്ക് കിടക്കാം. ഇതുപോലെ ഇത് മൽ കോട്ടൺ ആണ്. പല വെറൈറ്റീസ് ഉണ്ട്, പല മെറ്റീരിയൽസ് ഉണ്ട്. ഇത് കംപ്ലീറ്റ് ഹാൻഡ് വർക്കാണ്. കംപ്ലീറ്റ് അതും ഒക്കെ നല്ല പ്യുവർ പല മെറ്റീരിയൽസിൽ അവൈലബിൾ ആണ്. പ്യുവർ എന്ന് പറഞ്ഞാൽ അത്ര പ്യുവർ മൽ കോട്ടൺ. ഇത് എത്ര വർക്ക് ചെയ്യാൻ വേണ്ടി ഏറ്റവും കുറഞ്ഞത് 10-20 ദിവസം വേണം. 20 days. 20 days. ഓ, 20 days. അതും പ്യുവർ ലക്നൗവി ഹാൻഡ് വർക്കാണ്. പിന്നെ ഈ കളേഴ്സ് സൈസസ് ഒക്കെ എങ്ങനെയാ? അതുപോലെ റീറ്റെയിൽ ആണ് കേട്ടോ, സിംഗിൾ പീസ് അവൈലബിൾ ആണ്. ഇത് 34 മുതൽ 50 വരെ സൈസ് ഉണ്ട്. 50 വരെയോ? 50 സൈസ് വരെ ഉണ്ട്. ഓ, നല്ല വലിയ സൈസ് ഉണ്ട്. ഓക്കെ, ഇത് മൽച്ചന്തേരി അല്ല, മൽക്കോട്ടൺ. ആ, അങ്ങനെ ഒരു മെറ്റീരിയൽ വൈസ് നമുക്കത് നോക്കാം. പിന്നെ വർക്കിനും ഡിഫറൻസ് വരുന്നുണ്ട്. ഇത് മോഡൽ കോട്ടൺ ആണ്. ഓ, മോഡൽ കോട്ടൺ. അതും ഓരോരോ വർക്കിനും ഓരോരോ പ്രത്യേകത ഉണ്ട് കേട്ടോ. പിന്നെ കളേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഇപ്പൊ സ്റ്റാർട്ടിംഗ് റേറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് മൽ കോട്ടണിലെ പ്രിന്റഡ് ഉണ്ട്. മൽ കോട്ടൺ തന്നെ പ്രിന്റ് ഉള്ളത് ഫുൾ വർക്ക് ചിക്കൻ കറി. ഇപ്പൊ ഇത് നമ്മൾ സിംഗിൾ കുർത്തീസാ കാണിക്കുന്നത് അല്ലേ? ഇവിടെ സിംഗിൾ കുർത്തി കൂടാണ്ട് 2 പീസ് 3 പീസിന്റെ സെറ്റ് ഉണ്ട്. അങ്ങനെ ഇതും കോട്ടന്റെ പ്രിന്റ് ഉള്ളത് ചിക്കൻ കറി. ആഹാ, അപ്പൊ വെറൈറ്റീസ് ഉണ്ടല്ലോ. നമ്മൾ ഒരു ചിക്കൻ കറി വർക്ക് എന്ന് പറയുമ്പോൾ ഒരെണ്ണത്തില് അവസാനിപ്പിക്കുന്നതല്ലാന്ന്. ഒരുപാട്, ഞാൻ ഇത്രയും വെറൈറ്റി ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതൊക്കെ എന്താ? ഇത് പ്രിന്റ് മൽ കോട്ടൺ ആണ്. പ്രിന്റിലും ഉണ്ട്, അതുപോലെ തന്നെ പ്ലെയിനിൽ വർക്ക് ഉണ്ട്, ജോർജറ്റില് ഇതിങ്ങനെ വർക്കുകൾ ഇങ്ങനെ കയറി വരും. ഇത് റയോൺ ആണ്. റയോൺ.
ഇവിടെ ഇപ്പൊ എത്ര നാളായി നിങ്ങൾ ഇത് തുടങ്ങിയിട്ട്? ഇത് 6 വർഷമായി. 6 വർഷമായ? 6 വർഷമായിട്ട് ഞാൻ കണ്ടുപിടിച്ചില്ലേ ഇത്. ഇപ്പഴാ ഇത്ര നേരം വൈകി ഇത് കണ്ടുപിടിക്കാനായിട്ട്. എന്തായാലും നല്ല അടിപൊളി. ഇപ്പൊ ഈ ഇരിക്കണ റാക്കിൽ ഇരിക്കണത് മൊത്തം ഈ സിംഗിൾ ടോപ്പാണ്. കോട്ടൺ ഉണ്ട്, റയോൺ ഉണ്ട്, മോഡാലുണ്ട്. അങ്ങനെ അത് പേസ്റ്റൽ ഡാർക്ക് ഷെയ്ഡ്സോ അല്ലാതും ഉണ്ട്. കൂടുതൽ എനിക്ക് തന്നെ പേസ്റ്റലായിരിക്കും നല്ല ഭംഗി വരാം നമുക്ക് ഈ ഒരു ചിക്കൻ കറി വർക്ക് വരുമ്പോ. ഇതുപോലെ പിന്നെ സിഫോൺ ഉണ്ട്, ഫുൾ വർക്ക് ഉള്ളത്. ഓ, വർക്കിനനുസരിച്ചിട്ടാണ് അല്ലേ റേറ്റ്? എല്ലാ വർക്കും റേറ്റ്. അപ്പൊ കുറച്ച് വർക്ക് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇത് കുറച്ചിരിക്കും അടുത്ത് വന്നാൽ അതിന്റെ ഒരു കറക്റ്റ് ലുക്കും കാര്യങ്ങളും കാണാൻ പറ്റുള്ളൂ. ഓരോ വർക്കിനനുസരിച്ചിട്ട് വർക്ക് കൂടുന്നതിനനുസരിച്ച് റേറ്റ് കൂടും. ഇത് കുറച്ച് വർക്ക് കുറവാണ്. അപ്പുറത്തെ ഒന്ന് പൊന്തിച്ച് കാണിച്ചു കൊടുത്താ ഇതാ. രണ്ടിന്റെ മാറ്റമാണ് ഞാൻ പറയണത്. മാറ്റം എന്ന് പറയുമ്പോ രണ്ടും 2 വർക്കാണ്, വ്യത്യാസങ്ങളുണ്ട്. പിന്നെ മെറ്റീരിയൽ സെയിം ആയിരിക്കും. സെയിം ആയിരിക്കും. ഇപ്പൊ ഇത് തന്നെ ഉണ്ട്. ഇപ്പൊ ഇത് ഞാൻ കാണിച്ചു ഇത് വർക്ക് തന്നെയാണ്. സെയിം വർക്ക്. സെയിം വർക്ക് അല്ല. ഇതിന്റെ നൂൽ കോട്ടൺ നൂലാണ്. ഇതിന്റെ നൂല് വരുമ്പോ സിൽക്ക് നൂലാണ്. ഓക്കെ, നൂലിന് മാറ്റമുണ്ട് അല്ലേ? ഈ നൂല് എന്ത് നൂല? ഇത് കോട്ടൺ നൂലായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇത് സിൽക്ക് നൂലാണ് വർക്ക്. സിൽക്ക് നൂലാണ്. ഓക്കെ, അങ്ങനെ ചെറിയ ചെറിയ പിന്നെ ഇതാണ് റേറ്റ് വ്യത്യാസം വരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നൂല് ഉപയോഗിക്കുന്ന അതിനെ നൂല് പിന്നെ കൂടിയതുണ്ട്, കുറഞ്ഞതുണ്ട്. പിന്നെ നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ എത്ര വരും? സ്റ്റാർട്ടിംഗ് റേറ്റ് ഉണ്ട്. റേറ്റ് അറിയണമെങ്കിൽ നേരിട്ട് വരാം അല്ലേ? അപ്പൊ നമ്മൾ എങ്ങടെ വരണ്ട ശരിക്കും? ഇപ്പൊ ഇത് MG റോഡ്, മെട്രോ പില്ലർ നമ്പർ 698. എറണാകുളത്തെ MG റോഡിലെ പില്ലർ നമ്പർ 698. അവിടെ സ്റ്റോപ്പ് ചെയ്യുക. ജസ്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ പൊന്നിച്ച് തല നോക്കുമ്പോ അപ്പൊ കാണാൻ പറ്റും നമുക്ക്. എന്താണ് ഷോപ്പിന്റെ പേര്? ലക്നൗ ചിക്കൻ. ലക്നൌവിൽ മാത്രം കിട്ടും. പിന്നെ ഇവർക്ക് വേറെ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട്. ബാംഗ്ലൂർ ഉണ്ട് അല്ലേ? ബാംഗ്ലൂരിൽ 6 ഷോപ്പ് ഉണ്ട്. പിന്നെ തിരുവനന്തപുരം ഫസ്റ്റ് ഡിസംബറിൽ സ്റ്റാർട്ടിങ് ചെയ്യാം. ചിലപ്പോ 1 ഡിസംബറിലാണ്. ഫസ്റ്റ് ഡിസംബർ മുതൽ 10 തീയതി വരെ ഏതെങ്കിലും ഒരു ദിവസം ഓപ്പണിംഗ് ആയിരിക്കും. അപ്പൊ ട്രിവാൻഡ്രം നമുക്ക് ഷോപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി ഇതിന്റെ പ്രത്യേകത എന്താ വരുന്നത്? ഇതിന് സെയിം കളറില്ല, ബ്ലൂ ആൻഡ് വൈറ്റ് നൂലായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ ഇത് ഗോട്ടാപ്പട്ടി പറയും. ഗോട്ടാപ്പട്ടി വർക്ക് സൈഡിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫുൾ കാണുന്നത് ഓവറോൾ നോക്കുകയാണെങ്കിൽ ചിക്കൻ കറിയുടെ 2 നൂല് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ വെറൈറ്റി. എന്റെ മലയാളം കുറച്ച് അറിയില്ല. അതെ, കുറച്ചല്ല, നല്ല ശരിയാ പഠിച്ചിട്ടുള്ളൂ ഞാൻ. എന്നാലും അത്യാവശ്യം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പൊ ഇതെല്ലാതും എടുക്കാൻ എളുപ്പമല്ല. വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ചിക്കൻ കറി എന്ന് പറയുമ്പോ വേറൊരു ലെവല് തന്നെയാണ്. ഇത് മുഖേഷ് വർക്കാണ്. വൈറ്റ് പാർട്ടി വെയർ ഫംഗ്ഷൻ ഇത് ഉപയോഗിക്കാതെ. ഓ, ഈ മുഖേഷ് വർക്ക് എന്ന് പറയുമ്പോ നടുക്കില ഒരു ചംക്കില വരുന്നത് അല്ലേ? അതില് ചിക്കൻ കറി സീക്വൻസ് വർക്ക്. സീക്വൻസ് അല്ല ശരിക്കും ചംക്കില, അതിനാണ് ഈ മുഖേഷ് വർക്ക് എന്ന് പറയുന്നത്. ഇത് തന്നെ സെയിം പാന്റിലും അവൈലബിൾ ആണ്. പാന്റ് എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് ആയിട്ടുള്ള പാന്റും കിട്ടും. ഇതിപ്പോ ടോപ്പ് മാത്രം നമ്മൾ കാണിക്കുന്നത് 2 പീസും അവൈലബിൾ ആണ്. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്നത് മുഖേഷ് വർക്ക് അല്ലേ? ഇത് മുഖേഷ് വർക്കാണ്. അതെ, വൈറ്റ് ഇപ്പൊ കാണിച്ചത്. ഇനി ബ്ലാക്ക് വേണ്ടവർക്ക് ബ്ലാക്ക്. ഇതൊരു ഒറ്റ സ്റ്റാൻഡേർഡ് ഫീലിംഗ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിനനുസരിച്ച് റേറ്റും ഉണ്ട് കേട്ടോ. കാരണം ആ വർക്ക്, അതിന്റെ ക്വാളിറ്റി, ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പെർഫെക്റ്റ് ഫിനിഷിങ്ങോട് കൂടിയിട്ട്. പാന്റ് ഇതിന്റെ കൂടെ ഇല്ല കേട്ടോ. പാന്റ് വേറെ സെപ്പറേറ്റ് ആണ്. പിന്നെ ഈ ടോപ്പ് കാണിക്കുന്നത് പിന്നെ ഇതിന്റെ തന്നെ ഇത് മുത്ത് വർക്കാണ്. കണ്ട ഇതന്നെ വൈറ്റില് തന്നെ നമുക്ക് വർക്കുകൾ. ഇത് മുത്ത് വരല്ല. അതെ അതെ, ഇത് കട്ട് വർക്ക്, സീക്വൻസ് വർക്ക്. പിന്നെ ഇതിൽ തന്നെ ഇതിന്റെ ഒക്കെ ഫീലിംഗ് വേറെ ലെവല് തന്നെയാണ് കേട്ടോ. അത് നേരിട്ട് നിങ്ങൾ ഇങ്ങനെ ഓൺലൈനിൽ അയച്ചു കൊടുക്കുമോ? ഓൺലൈനിൽ നമുക്ക് വാട്സാപ്പിൽ വിളിച്ചാൽ കാണിച്ചിട്ട് നമുക്ക് അയച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഈ ഫ്രണ്ടിലും അതുപോലെ തന്നെ ബാക്കിലും സ്ലീവിലും എല്ലായിടത്തും ഈ വർക്ക് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് മൽച്ചന്തേടി ഡൈബൽ മെറ്റീരിയൽ. ഇതെല്ലാം ഡൈബൽ ആണ്. വേണേ ഏതൊക്കെ വേണമെങ്കിൽ ഡൈ ചെയ്ത് തരും. ഈ വൈറ്റ് ഇപ്പൊ കാണിച്ചത് ഇതെല്ലാം ഡൈബൽ ആണ്. ഓക്കെ, ഇത് മൽച്ചന്തേരി അല്ലേ? മൽച്ചന്തേരിയിലും ഇതും ഡയബിൾ തന്നെയാ അല്ലേ? പിന്നെ ഈ കാണിക്കുന്നത് ഇതിന്റെ ഉള്ളിൽ ഇന്നർ വേറെ ആണോ? ഇതിന്റെ കൂടെ നമുക്ക് കിട്ടും? ഇല്ല, ഇന്നർ സെപ്പറേറ്റ് ഉണ്ട്. വേണമെങ്കിൽ മേടിക്കുക, അല്ലെങ്കിൽ വേണ്ട. അത് ഓരോരുത്തർ ചിലപ്പോ ഉള്ളില് വേറെ എന്തെങ്കിലും കാണിച്ചിട്ട് വയറ് ചിലപ്പം സെമിസ് ഇടാറുണ്ട്. ഇപ്പോ ജീൻസ് ഇടെങ്കിൽ പകുതി സെമിസ് മതി. ഇപ്പോൾ ലഗേജ് കൂടെ വേണമെങ്കിൽ ഫുള്ള് വേണം. അത് 2 രീതിയിലാണ്. ചിലവര് ടാൻ ടോപ്പ് മാത്രം ഇട്ടിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ ഇടണവരുണ്ട്. അപ്പൊ അങ്ങനെ ഓരോരോ മാറ്റങ്ങൾ വരുന്നത് കേട്ടോ. പിന്നെ ഇത് മസ്ലിൻ ഉണ്ട്. ഇത് മസ്ലിൻ അല്ലേ? ഇത് ഓംബ്രെ സ്റ്റൈല് ഷെയ്ഡാ.
ഓംബ്രെ സ്റ്റൈലിലാണ് ഇത് വരുന്നത്. അത് ഫ്രണ്ടിലും ബാക്കിലായിട്ട് ഇങ്ങനെ വർക്ക് വരുന്നുണ്ട്. ഇതെല്ലാം സിൽക്ക് നൂലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സിൽക്കിന്റെ നൂല് വരുമ്പോ അതിന്റെ ഇതാണ് വർക്ക്. ഇതാണ് സിൽക്കിന്റെ നൂലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ അറിവ് എനിക്ക് പുതിയതാണ് കേട്ടോ. കാരണം നമ്മൾ കാണുമ്പോ ചിക്കൻ കറി വർക്ക്, പക്ഷെ വൈറ്റ് നൂല് വ്യത്യാസം വരും. ഇവർ പിന്നെ ഓൺ മാനുഫാക്ചർ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് അതിൻ്റെതായിട്ടുള്ള ടെക്നിക്കൽ വശങ്ങൾ അറിയാലോ. ഇത് ഓംബ്രെ സ്റ്റൈലിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. നമ്മൾക്ക് എല്ലാം കാണുമ്പോൾ ചിക്കൻ കറി വർക്കൊക്കെ ഒരുപോലെ ചിലത് ഫീൽ ചെയ്യും. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇത്രയും വെറൈറ്റീസ്, ഇത്രയും ഡിഫറൻസ് ഉണ്ടെന്ന് മനസ്സിലായി. കോട്ടാഡോറിയല്ലേ വൈറ്റ്. ഇത് ഡൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഡയബിളും ഉണ്ട് സംഭവം. എന്തോരം വേണം. ഇത് ടസർ സിൽക്ക്, പ്യൂർ ടസർ സിൽക്ക്, കൊച്ചമ്മമാരുടെ ടസർ സിൽക്ക്. ടസർ സിൽക്ക് നമുക്ക് സാരി ഉണ്ട്, ചുരിദാർ മെറ്റീരിയൽ ഉണ്ട്, റെഡിമെയ്ഡ് ടോപ്പ് ഉണ്ട്. അങ്ങനെ ഇതിപ്പോ നമ്മൾ കുർത്തീസിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ. അല്ലാണ്ട് ഇവിടെ അൺസ്റ്റിച്ചഡ് ഉണ്ട്, സാരീസിൽ എല്ലാത്തും അവൈലബിൾ ആണ് കേട്ടോ. കളർ ഉണ്ട് കുറെ കളേഴ്സ്. പിന്നെ നിങ്ങൾ വന്നു നോക്കി കേട്ടോ, ലൈറ്റ് ആൻഡ് ഡാർക്ക് ഷെയ്ഡ്സ് ആയിട്ട്. പിന്നെ സ്പെഷ്യൽ കളർ വേണമെങ്കിൽ ഇതുപോലെ ജോർജറ്റ് എടുത്തിട്ട് ഡൈ ചെയ്തു തരും. ഇങ്ങനെ എടുത്തിട്ട് വൈറ്റ് കളർ ഇപ്പൊ ഡൈ ചെയ്യുമ്പോ നമുക്കിപ്പോ ഈ വൈറ്റിൽ എത്ര തവണ ഡൈ ചെയ്യാൻ പറ്റും? ഇത് 2 പ്രാവശ്യം ചെയ്യാം. ഇപ്പൊ ഒരു ലൈറ്റ് കളർ ചെയ്യാം, പിങ്ക്, പീച്ച്, പിന്നെ ലാസ്റ്റ് ബ്ലാക്ക് ഇല്ലെങ്കിൽ മറൂൺ ഇല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ കൊണ്ടുപോയിട്ട് ഡാർക്ക് ഷെയ്ഡ് ഡൈ ചെയ്യരുത്. ഫസ്റ്റ് തന്നെ ലൈറ്റ് ഷെയ്ഡ് ചെയ്തിട്ട് പിന്നെ ഡാർക്കിലേക്ക് എടുക്കാം. ഡാർക്ക് ചെയ്തിട്ട് ലൈറ്റിലേക്ക് എടുക്കാൻ പറഞ്ഞാൽ നടക്കില്ല. അങ്ങനെ 2 പ്രാവശ്യം നമുക്ക് ഡൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ കൊറേ ഉണ്ട് കേട്ടോ. നമ്മൾ സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് പീസസ്. ടിഷ്യൂോ? ചിക്കൻ കറി ടിഷ്യൂലും ടിഷ്യൂ സിൽക്ക് പറയും. ഓ ഗ്രേറ്റ്. അതിന്റെ ആ കളർ കോമ്പിനേഷൻ നമുക്ക് ലൈറ്റ് ആൻഡ് ഡാർക്ക് ഷെയ്ഡ് ഒരു ഓംബ്രെ സ്റ്റൈലിൽ വരുന്നത് ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ. പിന്നെ റീറ്റെയിലാണ്, സിംഗിൾ പീസും കിട്ടും. എന്നാൽ നിങ്ങൾക്ക് ബൾക്ക് വേണമെങ്കിൽ ബൾക്ക് കിട്ടും. ബൾക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ ഈ ബണ്ടലൊക്കെ ഈ ബണ്ടലൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കോ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഹോൾസെയിൽ പർച്ചേസ് ചെയ്തിട്ടുള്ളതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കുന്നുണ്ട്, അപ്പുറത്തെ സൈഡും ഇരിക്കുന്നുണ്ട്. അപ്പൊ ബൾക്ക് പീസ് വേണമെങ്കിൽ ബൾക്കായിട്ടും നിങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഹോൾസെയിൽ. പക്ഷെ റീറ്റെയിലാണ് കൂടുതൽ ചെയ്യുന്നത്. റീറ്റെയിലും 2 ഓപ്ഷൻസും അവൈലബിൾ ആണ്. കളക്ഷൻസും ഇഷ്ടം പോലെ ഉണ്ട്. കട മൊത്തം പിന്നെ ചിക്കൻ കാരി വർക്കിനെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇത് മുകേഷ് വർക്ക്. ജോർജറ്റിലെ മുകേഷ് വർക്ക്. ഇങ്ങനെ തിളങ്ങണ കണ്ടു കഴിഞ്ഞാൽ അപ്പം മനസ്സിലാക്കിയൊക്കെ മുകേഷ് വർക്കാണ്. അത് ചിക്കൻ കറിയിലുണ്ട്, അതിൽ ഫ്രഞ്ച് നോട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വർക്കുകൾ ചിലതിൽ സെയിം ആ ഒരു ത്രെഡ് വെച്ചിട്ട്, ചിലതിൽ വൈറ്റ് ത്രെഡ് ആയിരിക്കും അല്ലേ? വൈറ്റ് ത്രെഡ് ഉണ്ടെങ്കിൽ പിന്നെ ഇത് കോട്ടൺ ത്രെഡ് ഉണ്ടാവും. സിൽക്ക് ത്രെഡ് ഉണ്ടെങ്കിൽ ഇതുപോലെ കളർ ആയിട്ടുള്ളത്, സെൽഫ് കളർ വരുന്നത്. അതാണ് 2 ചന്തേരിയില്. ചന്തേരിയില് ചിക്കൻ കറി. ഇത്രയും വെറൈറ്റീസ് സൈസസിന്റെ കാര്യത്തിന് പിന്നെ നോ ഇഷ്യൂസ്. അവിടെ ചെറിയ കുട്ടികൾക്ക് ഇതൊക്കെ അതല്ലേ കുട്ടികളെ നോക്കിയാൽ എന്നുവെച്ചാൽ ചിക്കൻ കറിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ വേണം അതൊക്കെ ഉണ്ട്. മെൻസിന്റെ ഇല്ല കേട്ടോ, കുട്ടികളുടെ അല്ല, അത് കുട്ടികളുടെ ഇല്ല, വലിയവരുടെ ഇല്ലല്ലോ, വലിയവരുടെ ഇല്ല. പെൺകുട്ടികളുടെ, ചെറിയ കുട്ടികളുടെ, ആൺകുട്ടികളുടെ ഉണ്ട്. ഫ്ലയർ ടൈപ്പ് അത്യാവശ്യം നല്ല ഫ്ലയറോട് കൂടി. പക്ഷെ ഇത് ഇങ്ങനെ ഇടുമ്പോഴാണ് ആ ഒരു ഫീലിംഗ് നല്ല അടിപൊളി. ബാക്കിലും വർക്ക് വരുന്നുണ്ട്. പിന്നെ ഓവറോൾ അത്രയും നല്ല ഫ്ലയർ. ഈ വർക്ക് ചെയ്യാനോ? എന്റെ ചെയ്യുള്ളൂ. ഇത് 2 പേരില്ല. ഇത് ഓർ ടോപ്പ് വേണമെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ. ഈ വർക്ക് ചെയ്യാനായിട്ട് 1 മാസം പിടിക്കും. അതും ഒരാൾ മാത്രം ഇരുന്നിട്ട് ചെയ്യുള്ളൂ, അല്ലാണ്ട് 2-3 ആൾക്കാർ. അതിന്റെ ഒരു കടായി വർക്ക്, എക്സാമിന് അപ്പൊ എഴുതുമ്പോ ഒരു ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയില്ലേ, അതൊരു സംഭവമാണ് കേട്ടാ. എന്തായാലും ഇഷ്ടപ്പെട്ടു. ഇത് ചന്തേരിയിലെ തന്നെ, ചന്തേരിയില് അനാർക്കലി സ്റ്റൈലില്. ഓക്കെ, നേരത്തെ കണ്ടത് തന്നെ അല്ലേ? അത് മെറ്റീരിയൽ വ്യത്യാസമുണ്ട് ഇപ്പൊ. പിന്നെ ഒരു ഷെയ്ഡഡ് വരുമ്പോ അതിന്റെ ഒരു ഡിഫറെന്റ് ലുക്ക് തന്നെയാണ് കേട്ടോ. ഇതിന്റെ വർക്ക് എന്ന് പറയാനൊക്കെ നല്ല ഫിനിഷിംഗ് കൊണ്ട് കൂടി. കാരണം ഇത് നമ്മുടെ എറണാകുളത്തായാലും ലക്നൌവിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. ലക്നൌവില് സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്തിട്ട് നമ്മുടെ സ്വന്തം മാനുഫാക്ചർ ആണ്. അതെ. അപ്പൊ പിന്നെ അനാർക്കലിയാണ്, ഷിഫോണില് അല്ലേ?
ഫുൾ ഇതാകുമ്പോ കോട്ടന്റെ നൂല് അല്ലേ? ഇത് കോട്ടൺ നൂല്. കോട്ടൺ നൂല് അത് വ്യത്യാസം നമ്മൾ ഇവിടെ കാണുമ്പോ തന്നെ വെയിറ്റ് കാണുമ്പോ നമുക്ക് മനസ്സിലാവും. വെയിറ്റ് പിടിക്കുമ്പോൾ ഇത് വെയിറ്റ് കുറവാണ്. ഓ ഇപ്പൊ ഇത് സിൽക്ക് നൂല് അങ്ങനെയാണ് കണ്ടുപിടിക്കല്ലേ. കണ്ട ഇതിപ്പോ വെയിറ്റ് കുറവാണ്, അത് കോട്ടന്റെ നൂലായതുകൊണ്ട് ഇതിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. സിൽക്ക് നൂലാണ്, പിന്നെ വർക്ക് കൂടുതലാണ്. ഓ അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടെന്ന്. എനിക്ക് അനാർക്കലി സ്റ്റൈൽ ഭയങ്കര ഇഷ്ടം, പ്രത്യേകിച്ച് പിന്നെ ഇങ്ങനത്തെ ചിക്കൻ കറി വർക്ക് എന്നൊക്കെ പറയുമ്പോൾ വേറൊരു സ്റ്റൈല് തന്നെയാണ്. ഇതിന്റെ തന്നെ നമുക്ക് ഷിഫോൺ ഇതിന്റെ ഒക്കെ ഇന്നർ ഉണ്ട് കേട്ടോ. ആദ്യമൊക്കെ ഇത് നെയിലടിക്കും എന്നുള്ള പേടി വേണ്ട, ഇതിന്റെ ഉള്ളിൽ ഇന്നറിന്റെ ഓപ്ഷൻസ് ഉണ്ട്. ആ ഇന്നർ ഇവിടെ സെപ്പറേറ്റ് നമുക്ക് മേടിക്കാനുള്ള അവൈലബിൾ ആണ്. പിന്നെ നമ്മളിങ്ങനെ ഓരോ ഇതില് ബോട്ടം, ടോപ്പ്, ദുപ്പട്ട ആൻഡ് ടോപ്പ് 3 പീസ് സെറ്റ് ആണ്. ഒരു ലവ് പീസ് എന്ന് പറയില്ലേ, ആ ഒരു സംഭവം. പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ കളർ വേണമെങ്കിൽ ഡൈ ചെയ്ത് തരും. സ്പെഷ്യൽ കളർ ഡിമാൻഡ് ഉണ്ടെങ്കിൽ ഞാൻ ഇത് എന്തായാലും വെച്ച് കാണിച്ചു തരാം. ഒരു സൺസെറ്റിന്റെ ഒരു ഫീലിങ്, എന്താ പറയാ, ആ ഒരു പീസ് എന്ന് പറയില്ല, ആ ഒരു സംഭവം. പ്രത്യേകിച്ച് പിന്നെ യെല്ലോ കളർ ആയതുകൊണ്ട് പിന്നെ ഒന്നും പറയാനില്ല. എനിക്ക് ലുക്ക് ഇങ്ങനെയായിരിക്കും. സൂപ്പർല്ലേ, ഒരു ലുക്ക്. ഇത് ചിക്കൻ കറിയില് നോർമൽ മുകേഷ് വർക്ക്. അങ്ങനെ ചിക്കൻ കറിയിൽ ഇങ്ങനെ ഒരു ഭയങ്കര സംഭവമായി പോയിട്ടാ. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും മുകേഷ് വർക്ക്. അത് ഫ്രണ്ടും ബാക്ക് ആയിട്ടുള്ള വർക്കോട് കൂടിയിട്ടാ വരുന്നത്. പിന്നെ നെക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് നെക്ക് ഓൾമോസ്റ്റ് ഇങ്ങനത്തൊക്കെ തന്നെ വരാം അല്ലെ, മിക്കതും ഈ റൗണ്ട് വേണമെങ്കിൽ കുറച്ച് ഡീപ്പായിട്ട് അങ്ങനെ വരുന്നതാണ്. ഇത് 3 പീസ് ആട്ടോ വരുന്നത് ഇപ്പൊ കാണിച്ചത്. അപ്പൊ 3 പീസ് ഉണ്ട്, 2 പീസ് ഉണ്ട്, അതുപോലെ തന്നെ സിംഗിൾ കുർത്തീസും അവൈലബിൾ ആണ്. ഇങ്ങനെ ദുപ്പട്ടയിലും ഫുൾ മുകേഷ് വർക്ക്. ഈ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഈ മുകേഷ് വർക്ക് എന്ന് പറഞ്ഞ ഈ സാധനം നമുക്ക് വാഷ് ചെയ്യുമ്പോൾ കംപ്ലൈന്റ് വരും? ലോക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? ലോക്ക് എന്ന് വെച്ചാൽ കൈകൊണ്ട് ചെയ്യുന്ന വർക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ അത് കൃത്യമായിട്ട് ചോദിച്ചറിയണമല്ലോ അതിന്റെ കാര്യങ്ങള്. ഇതുപോലെയാണ് നമുക്ക് നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിൽ ഡൈ ചെയ്ത് തരും. വൈറ്റ് എടുത്തിട്ട് സ്പെഷ്യൽ കളർ ഡിമാൻഡ് ഉണ്ടെങ്കിൽ ഡൈ ചെയ്ത്. അപ്പൊ ഈ ഡൈ ചെയ്യണ സംഭവം നമുക്ക് കിട്ടും. നിങ്ങൾ ചെയ്ത് തരും. ഇപ്പൊ ഇത് പ്യൂർ, ഇത് വൈറ്റ് ഇല്ല ജോർജറ്റ്, ഇത് വൈറ്റ് പിന്നെ ഏത് കളർ വേണമെങ്കിൽ ഓക്കെ. ഏത് കളർ ഇതിൽ നോക്കിയിട്ട് അത് കളർ നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഡൈ ചെയ്യാനായിട്ട് ഇവിടെ നമുക്ക് 2 ദിവസത്തിന്റെ ഉള്ളിൽ നമുക്ക് ഡൈ ചെയ്ത് തരും കേട്ടോ. ഇതിപ്പോ നോർമൽ വേണമെങ്കിൽ അതൊന്ന് പൊന്തിച്ചേ. നോർമൽ വേണമെങ്കിൽ നോർമൽ, മുകേഷ് വർക്ക് വേണമെങ്കിൽ മുകേഷ് വർക്ക്. രണ്ടും വൈറ്റ് ഡയബിൾ ആണ് കേട്ടോ. എന്തായാലും പൊരിച്ചു. ഇനിയിപ്പോ ഈ കുർത്തീസ് മാത്രമല്ല, അങ്ക്രക്ക സ്റ്റൈലുണ്ട്, പിന്നെ അങ്ങനെ അങ്ങനെ വെറൈറ്റീസ് ഉണ്ട്. കാണുന്നുള്ളൂ, നമുക്ക് കാണാൻ കിടക്കുന്നുള്ളൂ. നിങ്ങൾ കസ്റ്റമർ അല്ല, ഞാൻ ഒരു റിവ്യൂ എടുത്തോട്ടെ. ഒരു റിവ്യൂ എന്തായാലും ഒരു നിങ്ങൾ ഇങ്ങനെ ആരായാലും ഈ വർക്ക് എനിക്ക് ഇഷ്ടമായില്ലോ. ക്യാപ്റ്റനാണോ? ഏത് കപ്പലില്? ഞങ്ങളുടെ കപ്പലിലെ ക്യാപ്റ്റനാണെന്ന്. വീട്ടിലത്തെ കപ്പലാണോ? അതെ, ഓക്കെ. നിങ്ങൾ ഇവിടെ സ്ഥിരം വരാറുണ്ടോ? ഫസ്റ്റ് ടൈം ആണോ? എങ്ങനെയാണ്? ആദ്യമായിട്ട് വന്നിക്കണേ? കേട്ടറിഞ്ഞിട്ടാണോ വന്നിക്കണേ? എങ്ങനെയാണ്? ഇവിടെ ഞങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയപ്പോ കട കണ്ടപ്പോ ഒരു സ്പെഷ്യലായിട്ട് തോന്നി ചിക്കൻ കറിയുടെ കണ്ടപ്പം. ഇല്ലേ, ഞാനും കണ്ടുപിടിച്ചേ. ഇന്നാണ് കണ്ടുപിടിച്ചേ. ഞങ്ങളൊന്ന് പോയിപ്പോ കണ്ടു. ഇല്ലേ, കണ്ടപ്പോ എങ്ങനെ തോന്നി? അടിപൊളിയല്ലേ? അടിപൊളിയാന്ന് തോന്നി. ഫസ്റ്റില് ഡെമ്മിമ കിടക്കുന്ന കണ്ടപ്പോ തന്നെ നല്ലതായിട്ട് ഫ്ലാറ്റ് ആയി. ഞാൻ ഇട്ടന്നെ എങ്ങനെയുണ്ട്? ഒരു അഭിപ്രായം പറയണ്ട. ഇത് ഇവിടുത്തെ തന്നെയാട്ടോ. ഞാനൊന്നും ചെയ്തില്ല. ഞാൻ തന്നെ ആലോചിക്കണേ, ഒരു ഷേപ്പ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് കിടന്നു. സാധാരണ കുർത്തീസൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ഷേപ്പ് എങ്ങനെ ചെയ്യണം അല്ലേ? ഇപ്പൊ എടുത്തിട്ടത്. അതെ, ഞാൻ ഇതിന്റെ ടാഗ് ഇട്ടതിന്റെ തെളിവും കൂടി കാണിച്ചത്. അതെ, ടാഗ് വരെ ഞാൻ പൊട്ടിച്ചിട്ടില്ല. അതെ, അത് വരെ അതിൽ കിടക്കുന്നുണ്ട്. അത്രയ്ക്കും പെർഫെക്റ്റില് ഷേപ്പില് കിടക്കുന്നുണ്ടെന്ന്. നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യമാണോ? അല്ല, ഞങ്ങൾ ചാലക്കുടി. ചാലക്കുടിന്ന് കാണാറുണ്ട് സ്ഥിരമായിട്ട്. ലൈഫ് വിത്ത് ഷെൽമി അല്ലേ? ഇതെനിക്ക് ഭയങ്കര ഒരു സർപ്രൈസ്. ഇത് കണ്ടിരുന്നു. അപ്പൊ പിന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വെച്ചിട്ടാണ് ഒന്നും മിണ്ടാതിരുന്നത്. പരിപാടിയൊക്കെ നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഓടിച്ചാടി നടന്നല്ല ചെയ്യുന്നത്. പിന്നെ ഈ വീഡിയോ പരമാവധി കാണാൻ തോന്നൂലേ? അതിനാദ്യം തന്നെ ഒരു താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എന്താ പേരെന്ന് പറഞ്ഞാൽ? സിന്ധു കപ്പൽ സിന്ധു. ഞാൻ അങ്ങനെ വിളിയാ. എന്താ പേര്? മരിയ. നിങ്ങളൊക്കെ എങ്ങനെ വർക്ക് ചെയ്യണോ? അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഒരു നേഴ്സായിരുന്നു കുവൈറ്റില്.
ഇപ്പൊ ഫ്രീ ആണ്, നിർത്തിയാൽ ഇങ്ങനെ ബുട്ടിക്കായിരുന്നു. ഇപ്പൊ എന്താ പറ്റി? എന്നെ പണി കാരണം നിർത്തി. ഓ, പണിക്കാരൻ നിർത്തി. അവിടുത്തെ പണി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും തുടങ്ങുന്നതായിരിക്കും അല്ലേ? വീണ്ടും ഊർജ്ജത്തോട് കൂടിയിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും. എന്തായാലും താങ്ക് യു ഇത്ര നേരം നമ്മളെ കൂടെ നിന്നതിന്. അപ്പൊ നമുക്ക് ഇനി അടുത്ത കളക്ഷനിലേക്ക് കയറാം. അടുത്ത കളക്ഷൻ ഇത് വലിയൊരു സർപ്രൈസ് ആയിട്ടാ എന്നാ അറിയുന്നു പറഞ്ഞപ്പോ. ഈ ജോർജറ്റിലെ തന്നെ ഇത് മുമ്പ് കാണിച്ചില്ല, സെൽഫ് വർക്ക് അല്ലേ? ഇപ്പൊ ഇതാണ് വൈറ്റ്. ഇതിപ്പോ വൈറ്റ് കളറിൽ ഇങ്ങനെ വൈറ്റ് ത്രെഡിൽ വരുന്നത്. ഇപ്പൊ ഇതിൽ തന്നെ 3 പീസ് ആണോ ഇത് വരുന്നത്? 3 പീസ്. ഇത് പ്ലാസോ ആണ്, പലാസോ പാന്റ് ആൻഡ് ദുപ്പട്ട. പിന്നെ ഈ വർക്ക് എന്ന് പറയാനായിട്ട് ചിക്കൻ കറിയുടെ ഒരു പ്രത്യേകതയാണ്. ബാക്കിലും ഫ്രണ്ടിലും ഓവറോൾ എല്ലായിടത്തും നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു വർക്ക് കാണാൻ പറ്റും. അതാണ് ചിക്കൻ കറി വർക്കിന്റെ പ്രത്യേകത. ഇതിന് തന്നെ ഇത് മോഡലാണ്, 2 പീസ് ആണ്. ഓക്കെ, 2 പീസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ? മോഡലിന്റെ ദുപ്പട്ട ഇല്ല. ഓക്കെ, 2 പീസ് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. മോഡൽ എന്ന് പറയുമ്പോൾ അറിയാം നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ. ആ ഒരു മെറ്റീരിയലിൽ 2 പീസ് കളക്ഷൻ. പിന്നെ ഈ ഒരു ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം സെയിം മെറ്റീരിയൽ തന്നെയായിരിക്കും. അങ്ങനെ അപ്പൊ ജോർജറ്റ് ആണെങ്കിൽ ജോർജറ്റിന്റെ സെയിം മെറ്റീരിയൽ, റയോൺ ആണെങ്കിൽ റയോണിന്റെ സെയിം, മോഡൽ ആണെങ്കിൽ മോഡലിന്റെ സെയിം. ഇത് റയോൺ ആണ്. ഓക്കെ, ഇത് 2 പീസ്. ഇത് ബോട്ടം, ഇത് ടോപ്പ്. ബോട്ടം ടോപ്പ്. ഇവരുടെ നല്ല ചിക്കൻ കറി എന്ന് പറയുമ്പോൾ ഇടാനും ഉടുക്കാൻ നല്ല കംഫർട്ടബിൾ ആയ എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇട്ട് നടക്കാൻ പറ്റും. അത്രയും നല്ല കംഫർട്ട് ഫീലാണ് ഈ ഒരു ചിക്കൻ കറിയിൽ വർക്ക് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ വരുന്നത് സെപ്പറേറ്റ് ദുപ്പട്ടാസ് അവൈലബിൾ ആണ്, സെപ്പറേറ്റ് പാന്റും അവൈലബിൾ ആണ് കേട്ടോ. ഇത് മസ്ലിന്റെ ഫുൾ സെറ്റ് ആണ്. മസ്ലിൻ 3 പീസിന്റെ. ഓക്കെ, ഇത് പാന്റ്. അത് ഒന്ന് പൊന്തിച്ച് കാണിച്ച ഇതാ ഒരു ഓംബ്രെ സ്റ്റൈലിലാണ്, ഷെയ്ഡഡ് ആണ് വരുന്നത് വിത്ത് പാന്റ് ഇങ്ങനെ. ഇത് ഫുൾ സെറ്റ് ആണ്. ഇത് ഫുൾ സെറ്റ്. ഇത് എല്ലാ സെറ്റ് ആണ്. ഇത് സ്ട്രേറ്റ് ഫിറ്റ് ഉണ്ട്, പിന്നെ അനാർക്കലി സ്റ്റൈലുണ്ട്, കഫ്താൻ സ്റ്റൈലുണ്ട്, അംഗ്രക്ക സ്റ്റൈലുണ്ട്. ഇതൊരു 3 പീസിന്റെ ഒരു കോൺസെപ്റ്റ് ആണ്. പാന്റ് ഇതുപോലെ. ഇപ്പൊ നിങ്ങൾക്ക് വരാണെങ്കിൽ നമുക്ക് എത്ര മണിക്ക് വരുന്ന ഷോപ്പിന്റെ സമയം? 10 മണി മുതൽ 9 o'clock വരെ. രാത്രി 10 to 9. സൺഡേ ഓപ്പൺ ആണ്. അപ്പൊ എപ്പോഴും ഉണ്ട്. ഇപ്പൊ രാത്രി മാത്രം ഉറങ്ങാനായിട്ട് അവർ പോണുള്ളൂ. പിന്നെ ഇതാണ് അങ്കർക്ക കോട്ട മെറ്റീരിയലില്, ഡൈബൽ മെറ്റീരിയൽ അങ്കർക്കാണ്. ഇത് കണ്ട കോട്ടാഡോറിയ അല്ലേ? ഇത് അംഗ്രക്ക സ്റ്റൈലിലാണ് കേട്ടോ വരുന്നത്. അംഗ്രക്ക സ്റ്റൈലിൽ കോട്ടാഡോറിയ. നോർത്ത് സൈഡിൽ ഇത് ഭയങ്കര ഒരു ട്രെൻഡിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അതിൽ നമുക്ക് കെട്ടി കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല അടിപൊളി ഷേപ്പിൽ നിൽക്കും കേട്ടോ. ഇനി ഇതില് ഇന്നർ സെപ്പറേറ്റ് കിട്ടും. സെപ്പറേറ്റ് കിട്ടും കേട്ടോ. സെപ്പറേറ്റ് മേടിക്കണം. ഇതിന്റെ കൂടെ ഉണ്ടാവില്ല. ഇത് വേറെ മോഡൽ ടോപ്പാണ്. ഇത് മോഡലിൽ തന്നെ നമുക്ക് കോട്ട തന്നെയാണ് അല്ലേ? ഇതിൽ ഇന്നർ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഇതിന് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. സാധാരണ സെപ്പറേറ്റ് ആണ് ലൈനിങ് വരുന്നത്. ഇത് ലൈനിങ് ഉണ്ട്, മറ്റേ ലൈനിങ് ഇല്ല. അപ്പൊ ഏത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഇതൊരു അംഗ്രക്ക സ്റ്റൈലിലായിട്ടുള്ള പെർഫെക്റ്റ് ഫിനിഷിങ്ങോട് കൂടിയിട്ട്. ഞാൻ ചിക്കൻ കറിയുടെ ഓൾറെഡി ഫാൻ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് കോട്ട സിൽക്ക് ആണ്. ഇതിന്റെ ദുപ്പട്ട ഇത് സെമി സ്റ്റിച്ച് ആണ്. എ ലൈൻ സെമി സ്റ്റിച്ച്. സെമി സ്റ്റിച്ച് ആണ്. ഓക്കെ. ആ ദുപ്പട്ട ഓപ്പൺ ചെയ്തോട്ടെ. ഇതപ്പോ മുകളിലത്തൊക്കെ ഫുൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി സൈഡ് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി. ഇപ്പൊ സ്റ്റിച്ച് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഒരു ഇന്നർ ഇട്ട് കഴിഞ്ഞാൽ ഇത് മുകളിൽ കൂടെ ഇടാ, ഒരു പ്രശ്നമില്ല. ഇത് ദുപ്പട്ട. ഇത് ഡയബിൾ അല്ലല്ലോ? ഇത് ഡയബിൾ ആണ്. ഡയബിൾ ആണ് കേട്ടോ. പിന്നെ എനിക്ക് മാത്രമല്ല, ഒരുവിധം എല്ലാ പെണ്ണുങ്ങൾക്ക് ചിക്കൻ കറി എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. കോട്ടയുടെ വെറൈറ്റി ആണ്. കോട്ടയുടെ വെറൈറ്റി. ഇത് മൽ കോട്ടാണ്. ഇത് കോട്ട സിൽക്ക്, ഇത് മൽ കോട്ട. ഇതിന് അനാർക്കലിയാണ്. അങ്ങനെ കുറെ മാറ്റങ്ങളുണ്ട് അല്ലേ? അനാർക്കലി സ്റ്റൈലില്. ഇതൊക്കെ ഈ വൈറ്റിലായതുകൊണ്ടേ കറക്റ്റ് ഇങ്ങനെ അടുത്ത് വന്ന് ഡൈ ചെയ്യാൻ പറ്റും അല്ലേ? ഇപ്പൊ ഡൈ ചെയ്യണതുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള കളർ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ ചുരിദാർ മെറ്റീരിയൽ ഉണ്ട്. ഇത് കോട്ട തന്നെ ചുരിദാർ മെറ്റീരിയൽ അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയൽ കോട്ട ആണ്. അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയൽ കേട്ടോ. അപ്പൊ നമ്മള് സിംഗിൾ കുർത്തി 2 പീസ് 3 പീസ് കണ്ടു. ഇനി അൺസ്റ്റിച്ചഡ് മെറ്റീരിയലിന്റെ ഒരു സെക്ഷനിലേക്കാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത്. ഇതും ഇപ്പൊ ഈ കളർ നൂലെന്ന് പറയുന്നത് സിൽക്കാ അല്ലെങ്കിൽ കോട്ടനാ? ഇത് കോട്ടൺ ആണ്. ഇത് കോട്ടന്റെ കേട്ടോ. ഇതില് വിത്ത് ദുപ്പട്ട അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിലെ തന്നെ കോട്ട തന്നെ വൈറ്റ് ഉണ്ടാവുള്ളൂ. ഇതിപ്പോ നേരത്തെ നമ്മൾ കണ്ടത് കളറില്. ഇത് നോക്കിയേ. ഇത് കളർ, ഇത് വൈറ്റ്. ഇതിപ്പോ കളറിലല്ലേ ഇപ്പൊ കണ്ടത്. അപ്പൊ കളറിൽ വേണ്ട, നമുക്ക് വൈറ്റിൽ വൈറ്റ് തന്നെ വേണമെന്ന് പറയുകയാണെങ്കിൽ ഡിഫറൻസും നമുക്ക് ഉണ്ട് കേട്ടോ. കൂടുതൽ ഇവിടെ എന്താ പറയാ, പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് കൂടുതൽ. പേസ്റ്റൽ ഷെയ്ഡ്സ് എന്ന് പറയുമ്പോൾ ചിക്കൻ കറിക്കൊന്നുകൂടിയും ഭംഗി കൂടുള്ളൂ.
ഓ സൂപ്പർ കളർ. ആ കളർ ഇതാണ് സിൽക്ക് അല്ല, ഇത് സിൽക്കിന്റെ ത്രെഡ്. ടസർ സിൽക്ക് മെറ്റീരിയൽ, ടസർ സിൽക്ക് ത്രെഡ് സിൽക്ക് ആണ്. ആ ഒക്കെ സിൽക്ക് തന്നെ. ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇത് ഇടുമ്പോ ഏതൊരു ഫംഗ്ഷൻ ആയാലും ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയില്ലേ, ആ ഒരു സംഭവമാണ്. എന്നാൽ വലിയ ജിക്ചാക്ക് അല്ല, നമ്മളിപ്പോ ഈ ഒരു എന്താ പറയാ പട്ടിലെല്ലാം ഇങ്ങനെ തിളക്കം വേണ്ട, നമുക്ക് സിമ്പിൾ ആയിട്ട് രണ്ട് ടൈപ്പ് ഉണ്ട്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള നെക്ക് നിങ്ങൾക്ക് തന്നെ തയ്പ്പിക്കാം. ഇത് ഓൾറെഡി നെക്ക് ഉണ്ട്. ആ ഓക്കെ ഓക്കെ. ആ ഇതിലാണെങ്കിൽ നമുക്ക് നെക്കിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടില്ല, വേണമെങ്കിൽ നെക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. അതിലാണെങ്കിൽ നെക്കിന്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതാണ് രണ്ട് ഓപ്ഷൻ പറഞ്ഞിരിക്കണത് കേട്ടോ. അങ്ങനെ 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ ഇഷ്ടംപോലെ വെറൈറ്റീസ് അല്ലേ. ഇവിടെ നോക്കിയിട്ട് ഏത് കളർ വേണമെന്ന് ഇങ്ങനെ പറഞ്ഞാൽ മതി, അപ്പൊ ആ കളർ ഇങ്ങോട്ട് എടുത്തോളൂ. പിന്നെ ഇത് ജോർജറ്റ് ആണ്. ആ ജോർജറ്റിൽ ഫുൾ മുകേഷ് വർക്ക്. മുകേഷ് വർക്ക് ഫുൾ സെറ്റ് ആണ്. ഫുൾ സെറ്റ് അൺസ്റ്റിച്ചഡില് മെറ്റീരിയൽ ആണ്. മെറ്റീരിയൽ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ. ഇതില് മുകേഷിന്റെ സൂപ്പർ സൂപ്പർ. ഇത് പാർട്ടി വെയർ ഒരു കോൺസെപ്റ്റ്. നമുക്ക് പാർട്ടി വെയറിനായാലും നമുക്കൊരു സിമ്പിൾ ഫംഗ്ഷനായാലും ഇവിടെ ഒക്കെ നല്ല സെറ്റാണ്. ഇത് കണ്ട ഇതില് ഇത് പേൾ വർക്ക് വന്നിട്ടുണ്ട് അല്ലേ. പേളിന്റെ ഡീറ്റെയിലിംഗ് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കറി വർക്ക് തന്നെയാണ്. ചിക്കൻ കറി വർക്കിൽ തന്നെ പേളിന്റെ ഡീറ്റെയിലിംഗ്. 36 ടൈപ്പ് വർക്ക് ഉണ്ട്. ഓ 36 ടൈപ്പ് വർക്കാണ് വരുന്നത്. പല വർക്ക് ഉണ്ട് ചിക്കൻ കറിയിൽ തന്നെയാണ്. 36 വർക്കാണ്. ഇതൊക്കെ പറയാൻ പറ്റും ഏകദേശം ഒരു 5-6 ഇത് എനിക്ക് അതാ ഒരു മുകേഷ് വർക്ക് നമ്മൾ പഠിച്ചു. മുകേഷ് വർക്ക്, ഇത് പന്ത പറയും, പിന്നെ ജാലി വർക്ക് പറയും, പിന്നെ ഗോത്താപ്പട്ടി പറയും. ഇതുപോലെ കുറെ വർക്ക് ഉണ്ട്. കുറെ വർക്ക് ഉണ്ട്. അപ്പൊ എല്ലാ പേരുകളും നമുക്ക് പറയാൻ പറ്റില്ല. 36 ടൈപ്പ് വർക്കാണ് വർക്ക് വരുന്നത്. അവിടുത്തെ വർക്കർമാർക്ക് മാത്രമേ അറിയുള്ളൂ. ആ കറക്റ്റ് ടെക്നിക്കൽ ആയിട്ടുള്ള ആൾക്കാർ. ഇപ്പൊ നമ്മുടെ മുതലാളി അവന്മാർക്ക് പറയും ഇത് വർക്ക് ചെയ്യണം, ഇത് ചെയ്തരും. ആ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഇരിക്കണതല്ലാണ്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള കളർ പറഞ്ഞിട്ട് അങ്ങനെ ഈ വർക്കിൽ ഇപ്പൊ ഈ കളർ വേണ്ട, എനിക്ക് ഈ കളറിൽ ഈ വർക്ക് വേറെ കളറിൽ വേണമെന്ന് പറഞ്ഞാൽ ഇല്ല, ഇത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അവിടെ ഗ്രാമത്തിലെ പോണം തന്നെയല്ലോ. ഓരോരോ വർക്ക് പറയുമ്പോ ഒരാഴ്ച 2 ആഴ്ച 10 ദിവസം 1 മാസം അങ്ങനെയൊക്കെ ഇരുന്നിട്ടാണോ ഓരോരോ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഒരു വർക്ക് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർക്ക് പിടിക്കണെങ്കിൽ അത് കഴിഞ്ഞിട്ട് വേണ്ട പിടിക്കാൻ. ഇത് മോഡലാണ് 3 പീസ് സെറ്റ് ആണ്. ഓക്കെ മോഡലിലെ സെറ്റ് മോഡലിന്റെ ഒരു പ്യുവർ എന്ന് പറയുമ്പോ അതിന്റെ ഒരു ഫീലിംഗ് വേറെ തന്നെ. പ്രീമിയം മോഡലാണ്. അതെ. പിന്നെ ഇവിടെ ഇരിക്കണത് ഓൾമോസ്റ്റ് ഹെവി വർക്കാണ് ഇതെല്ലാം. അതെ. പിന്നെ ഇവിടെ ഇരിക്കുന്നത് മൊത്തം പ്രീമിയം മെറ്റീരിയലാണ് കേട്ടോ. ഒന്നും അങ്ങനെ ലോക്കൽ അല്ല. ചിക്കൻ കറി വർക്ക് ചെയ്യുമ്പോ നല്ല ക്വാളിറ്റി വേണം. അതെടുത്തോ. മഹേശ്വരി സിൽക്കാ. മഹേശ്വരി സിൽക്ക് ഇതിന് നല്ല കളറാണ് കണ്ടത്. മഹേശ്വരി സിൽക്ക് അതിലാണ് ചിക്കൻ കറി ചെയ്തിരിക്കുന്നത്. വാവ്. കാണാട്ടോ. ആ സെയിം ടു യു. ബൈ. മുമ്പില്ല 10-40 വർഷം മുമ്പ് കോട്ടൺ മാത്രമേ ഉണ്ടായുള്ളൂ. ഇപ്പൊ ഇങ്ങനെയല്ല, ഇല്ല പല മെറ്റീരിയൽ ഇപ്പോ പണ്ട് റയോണും കോട്ടൺ കോട്ടൺ മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല. ഇപ്പൊ ടസർ സിൽക്ക് ഉണ്ട്, പിന്നെ മസ്ലിൻ ഉണ്ട്, ചന്ദേര ഉണ്ട്, മഹേശ്വരി സിൽക്ക് ഉണ്ട്, കോട്ട ഉണ്ട്, പല മെറ്റീരിയൽ ഉണ്ട് ഇപ്പൊ. പണ്ടെന്ന് പറയുമ്പോ ഒരു കോട്ടൺ മാത്രമായിരുന്നു. പിന്നെ അത് റയോണിലേക്ക് മാറി. റയോൺ ഉണ്ട്, സിഫോൺ ഉണ്ട്, ജോർജറ്റ് ഉണ്ട്. ഇപ്പൊ അങ്ങനെ മെറ്റീരിയൽസിൽ മാറ്റം വന്നു. അത് കാണിച്ചെടുത്തേ. ഇത് മഹേശ്വരി സിൽക്ക്. മഹേശ്വരി സിൽക്കിൽ തന്നെ ഇങ്ങനെ വർക്ക് വന്നത്. ഇതൊക്കെ ചിക്കൻ കറിയിൽ തന്നെയാണ്. ഇത് മൽച്ചന്തേരി. മൽച്ചന്തേരിയില് വർക്ക്. മൽച്ചന്തേരിയിലെ വർക്കാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പീസെങ്കിലും എടുക്കാണ്ട് പോവില്ല. അത്രയും നല്ല ക്വാളിറ്റിയും ഫിനിഷിങ്ങും നമുക്ക് എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം എന്ന് പറയില്ലേ, ആ ഒരു വർക്ക്. ഇതിന്റെ ടിഷ്യൂ. ഇത് ടിഷ്യൂ ആണ്. ടിഷ്യൂ വർക്ക്. നമ്മളാകെ ഒരു ചിക്കൻ കറി അല്ലേ കണ്ടിട്ടുള്ളത്. എന്തൊക്കെ വെറൈറ്റി വേണം ഇവിടെ ചിക്കൻ കറിയിൽ അല്ലേ. കുറെ വെറൈറ്റി ഉണ്ട്. പിന്നെ ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ നിങ്ങൾ അവിടേക്ക് വിളിച്ചൊന്ന് ചോദിച്ചാൽ 6 ഷോപ്പ് ഉണ്ട്. ഇവിടെ വിളിച്ച് ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണ്ട. അപ്പൊ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ബാംഗ്ലൂർ എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയാൻ പറ്റും. ഇത് കൂടാണ്ട് നമുക്ക് ട്രിവാൻഡ്രത്തും ഉണ്ട്, അവിടെയും ലൊക്കേഷൻ പറയാം കേട്ടോ. ഇതൊക്കെ തന്നെ അവിടെയും കിട്ടും കേട്ടോ. ഇത് ഓർഗൻജ സിൽക്ക്. ഓർഗൻസയില് അതെ. ഇതൊക്കെ കൈകൊണ്ട് നെയ്തെടുക്കുന്ന വർക്കാണ്, ഹാൻഡ് മെയ്ഡ് ആണ്. അതെ. ഇത് ഓർഗൻസയില് ത്രെഡ് വർക്ക് വന്നിട്ടുള്ള. ഇത് വൈറ്റ് വരുന്നത്. അങ്ങനെ നമുക്ക് സെൽഫ് വേണമെങ്കിൽ സെൽഫ് ഉണ്ട്. അതിൽ നമുക്ക് കോൺട്രാസ്റ്റ് വർക്ക് വേണമെങ്കിൽ
കോൺട്രാസ്റ്റ് വർക്കിൽ വരുന്നുണ്ട്. അപ്പോൾ ഏത് മോഡൽ, ഏത് ഡിസൈൻസ്, ഏത് കളർ വേണമെങ്കിൽ എല്ലാത്തിലും അവൈലബിൾ ആണ്. പിന്നെ ഇത് സിൽക്കാണ്, സിൽക്ക്, പ്യുവർ സിൽക്കിൽ. ഓ, പ്യുവർ സിൽക്ക്. ഇതിപ്പോൾ ജസ്റ്റ് നമ്മൾ കയ്യിൽ കിട്ടുന്നത് ഇങ്ങനെ എടുത്തു മാത്രം കേട്ടോ. കളേഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വന്നിട്ട് കേട്ടോ. ഇഷ്ടംപോലെ കളർ ഓപ്ഷൻസ് ഉണ്ട് ചൂസ് ചെയ്യാൻ. വർക്കുകൾ നന്നായിട്ടുണ്ട് കേട്ടോ, ചെയ്ത വർക്കൊക്കെ. ജാലി വർക്ക് ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ ഇതിന്റെ ഇടയില്. മൽച്ചന്തേരി. ഇത് മൽച്ചന്തേരി തന്നെ. ഇത് മൽച്ചന്തേരിയില് ഇത് വർക്കാണ്. കുറെ പേരൊക്കെ മൽച്ചന്തേരി ചോക്കിണ്ടായിരുന്നു. ഇടാനുള്ള സുഖമല്ല, സോഫ്റ്റ് മെറ്റീരിയൽ. ഭയങ്കര സുഖമായിരിക്കും. മൽച്ചന്തേരി മസ്ലിന് ഭയങ്കര കംഫർട്ടബിൾ കൂടുതലായിട്ടുള്ള ഒരു മെറ്റീരിയലും കൂടിയാണ് കേട്ടോ. വർക്കും വന്നിട്ടുണ്ട് നന്നായിട്ട്. പിന്നെ വർക്ക് എന്ന് പറയുമ്പോൾ ചെറിയ രീതിയിലുള്ള വർക്ക് വേണം, കൂടുതൽ വർക്ക് വേണം, എങ്ങനത്തെ രീതിയിൽ വേണമെങ്കിലും ഉണ്ട്. കർദാന വർക്ക്, അത് ഫ്രണ്ടില് ഫുൾ ജോർജറ്റില്, പ്യുവർ ജോർജറ്റില് കർദാന വർക്ക് കേട്ടോ. പ്യുവർ ജോർജറ്റില് കർദാന വർക്ക്, അത് ഫ്രണ്ടിലും ബാക്കിലായിട്ടുള്ള വർക്ക് വരുന്നുണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ മോഡൽസ് ഉണ്ട്. ഇത് മുകേഷ് വർക്ക്, ജോർജറ്റില്, പ്യുവർ ജോർജറ്റില് കേട്ടോ. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്നത് പ്യുവർ ജോർജറ്റ്, പ്യുവർ ജോർജറ്റിലാണ് കേട്ടോ. അപ്പൊ ഞാൻ വേറെ ചെയ്തിരിക്കുന്നത്, ഞാൻ വീണ്ടും പറയാണ്, ഷേപ്പ് ചെയ്യേണ്ടി വരില്ല, ഒന്നും വരില്ല. കറക്റ്റ് ഫിറ്റിങ് പെർഫെക്റ്റ് ആണ് അല്ലേ? കറക്റ്റ് പെർഫെക്റ്റ് ഫിറ്റിങ്ങിലാണ് വരുന്നത്. പിന്നെ ഇവിടെ ഇപ്പൊ നമുക്കിപ്പോ ഇത് അൺസ്റ്റിച്ചഡ് ആയി. ഇനിയിപ്പോ നമുക്ക് ഈ ദുപ്പട്ടാസും പാൻസും ഒന്നും കാണിച്ചാലോ? ഇപ്പൊ ഇത് കാണിക്കാം. ഏതാ? ഇത് ഷോർട്ട് ആണ്. ഓക്കെ, ഷോർട്ട് ടോപ്പ്. സിഫോൺ ഉണ്ട്, സിഫോണിലുണ്ട്. അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ അല്ലേ? അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ. ഇത് സിഫോൺ ആണ്. ഇതില് ഫുൾ വർക്കോട് കൂടിയിട്ടാ. നോർമൽ നമ്മൾ ചിക്കൻ കറി ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടാവുക. പക്ഷെ ഇതല്ല, ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെന്ന് ഇപ്പൊ ഫുൾ വർക്കാണ്. ഇത് വർക്ക് കുറവുള്ളതാണ് കണ്ട. അപ്പൊ അതിനനുസരിച്ച് റേറ്റിനും മാറ്റം വരും. ഇതാകുമ്പോ ചെറുതായിട്ട് ചെറുത്, ഇതും ഫുള്ള് തന്നെ പറയാട്ടാ. അങ്ങനെ ഇത്തിരിന്നൊന്നും പറയാനില്ല. എല്ലായിടത്തും ഫുൾ വർക്കോട് കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല വർക്ക് വന്നിട്ടുണ്ട്. അപ്പോ ഇത് ജാലി വർക്കാണ് ഇതിന്റെ. നേരത്തെ നമ്മൾ പറഞ്ഞ കണ്ടിപ്പോ ജാലി വർക്ക് എന്ന് പറഞ്ഞില്ലേ, ആ ഒരു സംഭവം. ഇതില് ഈ ജാലി വർക്ക്, ഈ വർക്ക് ചെയ്യാൻ അല്ലേ? ഓ, ജാലി വർക്ക് ചെയ്യാനായിട്ട്. പിന്നെ ഫുൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ചിക്കൻ കറി വർക്ക്, ജാലി വർക്ക്, ജോർജറ്റില്. ഇത് വൈറ്റ് വർക്കാണ്. ഇപ്പൊ സെൽഫ് വേണമെങ്കിലുണ്ട്, ഇതുപോലെ സെൽഫ് കളറിലേക്ക് ഇട്ടുണ്ട്. ഇത് സെൽഫില്, സെൽഫ് ആണെങ്കിൽ സെൽഫ്, കോൺട്രാസ്റ്റ് വേണമെങ്കിൽ കോൺട്രാസ്റ്റ് കേട്ടോ. ജോർജറ്റ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഷിഫോണില്. ഇത് ഫുൾ മൊത്തം ആ ഏരിയയിൽ ഇരിക്കുന്ന മൊത്തം ഷിഫോണിൽ വരുന്നതാ. ഇതൊക്കെ ഷിഫോണില് ഫുൾ ഇരിക്കുന്ന ആ മുകളിലത്തെ സെക്ഷൻ മൊത്തം കേട്ടോ. പിന്നെ ഇത് മൽ കോട്ടൺ ആണ്. ഇത് മൽ കോട്ടൺ. ഇത് മൽ കോട്ടണിലെ ഫുൾ സെറ്റ് ആണ്. അൺസ്റ്റിച്ചഡില് സ്റ്റിച്ചിങ് ഓപ്ഷൻ ഇല്ലല്ലോ ഇവിടെ? മേടിക്കാൻ കൊണ്ടുപോവാ, നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാം. ഇഷ്ടമുള്ള നേക്ക് തയ്പ്പിക്കാം. ഇങ്ങനെയാണ് കേട്ടോ ഓവറോൾ വർക്ക്. അപ്പൊ നെക്ക് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിത് ഇങ്ങനെ വെച്ച് തരാം. ഇത് നെക്ക് ഇല്ലാത്തതാണ്. അപ്പൊ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് നെക്ക് ചെയ്യാം. ഇനിയിപ്പോ ഇത് നെക്ക് ഉള്ളതാണ്. രണ്ടും രണ്ട് രീതിയിലാണ് വരുന്നത് കേട്ടോ. അപ്പൊ നെക്ക് ഉള്ളത് വേണമെങ്കിൽ അപ്പൊ ആ ഒരു ഡിസൈൻ മാത്രം നമുക്ക് കാണാൻ പറ്റുള്ളൂ. നെക്ക് ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് നെക്കിൽ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ഫുൾ വർക്കാണ്. ഇത് വർക്ക് കുറവാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് പാന്റിലേക്ക് കിടക്കാം. പാന്റ് എന്ന് പറയുമ്പോ സെപ്പറേറ്റ് ബോട്ടം വെയർ ഉണ്ട്. ബോട്ടം വെയറിൽ തന്നെ നമുക്ക് ഇത് ആദ്യം സറാറ ഗറാറ. അതെ. ഓ, സറാറ ഗറാറ. ശരിക്കും ചിക്കൻ കറിയിൽ ഈ സറാറ ഗറാറ, പലാസോ അങ്ങനത്തെ ടൈപ്പ് ഇടുമ്പോഴാണ് അതിന്റെ ഒരു ഇതില്ല മേഡം. ഇതുപോലെ ഷോർട്ട് ടോപ്പാണ് നല്ലത്. ഈ ഇങ്ങനത്തെ സറാറ ഗറാറ ഇടുമ്പോ അല്ലേ? അതെ, ഇതുപോലെ ഷോർട്ട് ടോപ്പ് കാണാൻ വർക്ക് കാണുമല്ലോ. ഇങ്ങനെ കണ്ട, ഇത് ഇങ്ങനെ വരുമ്പോഴാണ് ഇതിന്റെ ഒരു ലുക്ക് ഫീൽ ചെയ്യുള്ളൂ. ഫുള്ളായിട്ട് ഇടുമ്പോ അതിന്റെ ഭംഗി ഉണ്ടാവില്ല. ഇതാണ് ഇതിന്റെ ലുക്ക്. ഇത് രണ്ടും സെപ്പറേറ്റ് ആണ്. അല്ല പറയാ, ഇതിന്റെ കൂടെ മിക്സ് ആയിട്ടല്ല കേട്ടോ വരുന്നത്. ഷോർട്ട് ടോപ്പിന്റെ നല്ല കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഇത് പലാസോ മുക്കേസ് വർക്ക് ഉള്ളത്. ഓക്കെ, പലാസോയുടെ ഈ എലിഫന്റ് പലാസോ ഉണ്ട്, നല്ല ഫ്ലെയർ ആയിട്ടുള്ളത് ഉണ്ട്. ഇതില് ലൈനിങ് കൂടി ഉണ്ട്, വിത്ത് ലൈനിങ്ങോട് കൂടി. യെസ്, പണ്ടൊന്നും ലൈനിങ് ഉണ്ടായിരുന്നില്ലാന്നേ. പണ്ടൊക്കെ നമ്മള് ഈ ലെഗിൻസ് വെച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു. ഇപ്പൊ എന്ന് പറയുമ്പോ നല്ല ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇതിൽ തന്നെ നല്ല നല്ല എന്നുവെച്ചാൽ ഉള്ളിലിരിക്കുന്ന ഒരു ലൈനിങ്ങിന്റെ മെറ്റീരിയലും നല്ല മെറ്റീരിയലാണ്. ഇതും പലാസോ. ഇത് ഈ കാണിക്കണതൊക്കെ ഇതിന്റെ വർക്ക്. അതെ, കാണുമ്പോ ഒക്കെ വൈറ്റ് ആയാലും ഇതിന്റെ അടിയിൽ
അതെ ഇത് കളറിനൊക്കെ ഡൈ ചെയ്ത് കൊടുക്കാറുണ്ട് സാധാരണ ടോപ്പ് എടുത്തിട്ട് ഓക്കെ ഇതിന്റെ വർക്ക് കണ്ടു ഇഷ്ടമുള്ള കളർ ഡൈ ചെയ്യാം ചിക്കൻ കറി വർക്കിന് ഇങ്ങനെ മാറ്റങ്ങൾ വരും ഇത് ഒന്നുകൂടി ഫ്ലയർ കൂടിയ സറാറ ടൈപ്പ് അല്ലേ മറ്റേത് ഇങ്ങനെ ടൈറ്റ് ആയിട്ട് വന്നിട്ട് ഇവിടെ ഫ്ലയർ ആയിട്ട് വരണം അങ്ങനെ ഓരോന്നിനും മാറ്റങ്ങൾ വരുന്നുണ്ട് കോട്ടാന്റെ പെയിന്റ് ആണ് കോട്ട മെറ്റീരിയൽ ഓക്കെ കോട്ട മെറ്റീരിയൽ പലാസോ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് വരുന്നത് അപ്പൊ പലാസോ ടൈപ്പ് വരുന്നുണ്ട് സ്ട്രെയിറ്റ് ഫിറ്റ് വരുന്നുണ്ട് സ്കേർട്ടും വരുന്നുണ്ട് റയോണില് ഇത് മോഡലുണ്ട് കുറെ മോഡലുണ്ട് ഇതിന് മോഡലുണ്ട് അല്ലേ ഇതാ വർക്ക് കണ്ടോ ഒക്കെക്കും ഡിഫറെന്റ് വർക്ക് പലാസോയില് വർക്ക് അപ്പൊ ഒന്നോ രണ്ടിലോ ഒതുങ്ങുന്നതല്ല പാന്റ് എന്ന് പറയുമ്പോ കാണുമ്പോ ഒക്കെ വൈറ്റ് ആണ് പക്ഷെ ഇത് ടൈപ്പ് ലഗിൻസ് ടൈപ്പ് ആണ് സ്ട്രെച്ചബിൾ ലൈക്ര മെറ്റീരിയലില് ലൈക്ര മെറ്റീരിയലില് ചിക്കൻ കറി അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇത് കംഫർട്ടബിൾ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യും കണ്ട കുറച്ചുകൂടി ഫിറ്റ് നന്നായിട്ട് വരുന്നത് ഇതും നമുക്ക് ചിക്കൻ കറിയിലാണ് വരുന്നത് ഇതെന്താ സംഭവം ഇത് ദുപ്പട്ടാണ് ദുപ്പട്ട കോട്ടന്റെ ദുപ്പട്ടാണ് ആഹാ അതും ഡയബിൾ അല്ലേ ഇത് ഡയബിൾ ഇല്ല അല്ല ഡയബിൾ ഉണ്ടെങ്കിൽ ഡയബിൾ എന്ന് പറയാം ഇതും ഈ ഫുൾ വർക്ക് കേട്ടോ വൈറ്റ് സെൽഫിൽ കൊടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയിൽ ഏതൊക്കെ മെറ്റീരിയലാ വരുന്നത് ദുപ്പട്ടാല് ഇത് ജോർജറ്റ് ആണ് ഇത് ഡയബിൾ ആണ് ഇത് കോട്ട ഇത് ഡയബിൾ ആണ് ഇത് ഡയബിൾ ഓക്കെ വൈറ്റില് കേട്ടോ ഇത് ജോർജറ്റ് ഇത് ജോർജറ്റില് ചിക്കൻ കറി ഇത് ഡയബിൾ ആണ് ഇത് നമുക്ക് സെപ്പറേറ്റ് ഒക്കെ മേടിക്കാമല്ലോ അല്ലെ ഇത് ഓൺലി ദുപ്പട്ടാണ് ദുപ്പട്ട വേണമെങ്കിൽ ദുപ്പട്ട സെപ്പറേറ്റ് മേടിക്കാം നമുക്ക് പാന്റ് വേണമെങ്കിൽ പാന്റ് സെപ്പറേറ്റ് മേടിക്കാം അങ്ങനെ മേടിക്കാനുള്ള ഓപ്ഷൻസിന് നമുക്ക് ഇവര് ചൂസ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇത് ദുപ്പട്ട തന്നെ ഫുൾ വർക്കാണ് അതായത് ജോർജറ്റ് തന്നെ കണ്ടോ ഓ ഫുൾ ഹെവി നേരത്തെ കണ്ടത് അവിടെ ഇവിടെ ആയിട്ട് ഇത് നോക്കിയാൽ ഫുൾ ഹെവി വർക്ക് ജോർജറ്റ് കുറഞ്ഞ ഇത് 1 മാസം 1.5 മാസം പിടിക്കും വർക്ക് ചെയ്യാൻ 1.5 മാസത്തെ വർക്കാണോ ഈ കാണുന്നത് ഇത് കംപ്ലീറ്റ് വർക്കാണ് പിന്നെ ഇതിന്റെ പ്രത്യേകത തിരിച്ചു മറിച്ച് എങ്ങനെ വേണേലും ഇടാം ഒന്നും മനസ്സിലാവില്ല അല്ലെ വർക്ക് ശരിക്കും കെട്ടുണ്ടല്ലേ ചിക്കൻ കറിക്ക് മനസ്സിലാവണമെങ്കിലല്ലേ ബാക്ക് സൈഡ് നോക്കണം ബാക്ക് സൈഡ് നോക്കുമ്പോ ഇതുപോലെ റഫ് ഉണ്ടാവും റഫ് ഉണ്ടെങ്കിൽ ചിക്കൻ കറി ഒറിജിനൽ ചിക്കൻ കറി രണ്ട് സൈഡ് സെയിം ഫിനിഷിംഗ് ഉണ്ടെങ്കിൽ ചിക്കൻ കറി ഇല്ല അല്ല അത് മെഷീൻ വർക്കാണ് അതാണ് രണ്ടും തമ്മിലുള്ള മാറ്റം ബാക്ക് സൈഡിൽ ഇതുപോലെ നൂലുണ്ടാവും കെട്ടുണ്ടാവും ഇതാണ് ഒറിജിനൽ ചിക്കൻ കറി കെട്ട് അവര് ചെയ്യണത് അതാണ് ഒറിജിനൽ വരുന്നത് എംബ്രോയിഡറി മെഷീൻ വർക്ക് ഉണ്ടെങ്കിലല്ലേ ഇത് രണ്ട് സൈഡ് സെയിം ആയിരിക്കും ഫിനിഷിംഗും സെയിം ആയിരിക്കും അല്ലേ ഓക്കെ ഇനി ഈ സൈഡ് എന്താ നമുക്ക് ഈ സൈഡ് എന്താ വരുന്നേ ഇത് സാരിയാണ് സാരിയുടെ സെക്ഷൻ ഈ സാരിയുടെ കൗണ്ടർ ഈ ഫുൾ കാണുന്നത് കേട്ടോ സാരി ഉണ്ട് പിന്നെ ഇവിടെ ഒരു സെമി സ്റ്റിച്ച് അനാർക്കലി ഉണ്ട് ഓക്കെ അപ്പൊ സാരീന് തന്നെ സെപ്പറേറ്റ് കൗണ്ടർ നമുക്ക് ആദ്യം സെമി സ്റ്റിച്ച് തുടങ്ങിയിട്ട് പിന്നെ സാരിയിലേക്ക് കിടക്കാം അല്ലേ സെമി സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ ആദ്യം ബുദ്ധിമുട്ടില്ല വേഗം സ്റ്റിച്ച് ഇത് കർദാന വർക്കാണോ സെമി സ്റ്റിച്ചില് അതും അനാർക്കലിയിലോട്ടോ ഫുൾ വർക്കോട് കൂടിയിട്ട് ഇത് രണ്ട് സൈഡ് വർക്ക് ചെയ്യാൻ 3 മാസം വേണം കംപ്ലീറ്റ് ഫുൾ വർക്കാണ് 3 മന്ത് വേണം 3 മന്ത് ഒരു ഡ്രസ് മാത്രം ചെയ്യാൻ ആദ്യം ഇത് വർക്ക് ചെയ്യും ഇത് കഴിഞ്ഞിട്ടെല്ലാം മുത്ത് പിടിപ്പിക്കും രണ്ട് പ്രാവശ്യം ചെയ്യേണ്ടി വരും ആദ്യം ഇത് നൂലായിട്ട് വർക്ക് ചെയ്യും പിന്നെ ഇത് കഴിഞ്ഞിട്ട് മുത്ത് ബിറ്റ്സ് ഇല്ല ഇത് ചെയ്യണം ഓക്കെ അങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് അങ്ങനെ ചെയ്തിട്ട് വേണം ഒരു കംപ്ലീറ്റ് വർക്ക് കംപ്ലീറ്റ് ഈ കാണുന്ന നമുക്ക് അനാർക്കലി സ്റ്റൈലില് നമുക്ക് കിട്ടുന്നത് ഇതിലെ വൈറ്റ് ഓപ്ഷൻ ആണ് നമുക്ക് ഇതിലെ വൈറ്റ് ആണ് ഇത് നമുക്ക് ഡൈ ചെയ്യിച്ചത് സിമ്പിൾ ആണ് ഇത് ആക്ച്വലി വൈറ്റ് ആണ് വേണ്ടത് ഇഷ്ടമുള്ള കളർ നമുക്ക് ഡൈ ചെയ്ത് തരും നമുക്ക് അപ്പൊ ഡൈ ചെയ്ത് കളർ വേണമെന്ന് പറഞ്ഞാൽ മതി അവരെ സാമ്പിൾ ഇങ്ങനെ ഡൈ ചെയ്ത് വെച്ചിട്ട് കാണുമ്പോ ഡിഫറെന്റ് ഇതൊക്കെ കർദാന സ്റ്റൈലിൽ കേട്ടോ ഫ്രീ സൈസ് ഏത് സൈസ് വേണമെങ്കിലും തയ്പ്പിക്കാൻ പറ്റും പിന്നെ ചിക്കൻ കറി എന്നൊക്കെ ചെറിയൊരു ലൂസ് ഉണ്ട് ലൂസ് ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ഭംഗിയുള്ളൂ പക്ഷെ ഇതെനിക്ക് നല്ല ഫിറ്റില് നല്ല കറക്റ്റ് ഇത് കളർ പിന്നെ മുകേഷ് വർക്ക് കേട്ടോ എന്നാ വെച്ചാൽ കർദാന വർക്ക് വേണോ ചിക്കൻ കറി വർക്കിൽ വേണോ മുകേഷ് വർക്കിൽ വേണോ ഇതൊക്കെ സെമി സ്റ്റിച്ച് ആണ് കേട്ടോ ഫുൾ സെറ്റ് ആണ് വരുന്നത് ഇനി നമ്മുടെ സാരീസിന്റെ സെക്ഷൻ സാരീസ് ഓർഗൻസ സാരീസ് ചിക്കൻ കറി വർക്ക് ചിക്കൻ കറിയിലെ ഓർഗൻജ ഇത് വിതൗട്ട് മുക്കേസ് ആണ് ഇത് മുക്കേസ് വർക്കാണ് ഓക്കെ അങ്ങനെ ഒരു ചെറിയ മാറ്റം ഉണ്ടെന്നല്ലേ അതെ ചിക്കൻ കറി വർക്കിലാണ് മുകേഷ് വർക്ക് വരുമ്പോ ഒരു തിളക്കം ഉണ്ടാവും മാത്രം അല്ലെങ്കിൽ എല്ലാ കസ്റ്റമർക്ക് മുക്കേസ് വർക്ക് വേണമെന്നില്ല ഇട്ട ഒരു ഫീലിംഗ് എന്തായാലും ഉണ്ടാവൂല രണ്ടും തമ്മിലുള്ള ഒരു ഒക്കെ പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന നല്ല നല്ല കളർ ഷെയ്ഡാണ് ഇതുപോലെ കളർ വേറെ മെറ്റീരിയലിൽ കിട്ടൂല ഇത് ഓർഗൻസ അല്ലേ ഓർഗൻസ
ഒക്കെ ഓർഗൻസ മെറ്റീരിയൽ, ഒരു ഹൈഫൈ സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ അത്. ഈ ഒരു ട്രെൻഡ് ചിക്കൻ കറിയുടെ ഒരു കാലത്തും പോവാനും പോണില്ല അല്ലേ? അത്രയും ഇതാ കളേഴ്സ് നോക്ക്, അതിന്റെ വർക്ക് നോക്ക് മുകേഷ് വർക്കില് നല്ല വർക്കാണ്, സൂപ്പർ. അത് ഇതാണ് മുന്താണി ഇവിടെ അല്ലേ ഫുൾ വർക്ക് ഉണ്ട് അല്ലേ? മുന്താണി വരുന്നത് പല്ലുവാണ്, വിത്ത് ബ്ലൗസ് ആണ് എല്ലാം. അത് ഞാൻ ചോദിക്കാൻ മറന്നു, എന്തായാലും അത് പറഞ്ഞത് നന്നായി. വിത്ത് ബ്ലൗസ് ആണ്, വിത്ത് ബ്ലൗസോട് കൂടിയിട്ട്. വാവ്, മുകേഷ് വർക്ക് കേട്ടോ ചിക്കൻ കറിയില്. അപ്പൊ ഇവിടെ ഈ ഒരു സംഭവം കാണുന്നുണ്ട്, ഇതെന്താ ഈ 2 ഷെയ്ഡായിട്ട് വരുന്നത്? ഇത് പ്യുർ ജോർജറ്റ്, ഷിബോറി വർക്ക്, അതില് മുകേഷ് വർക്ക് ഉള്ളത് ഇങ്ങനെ കേട്ടോ ഫുൾ ഓവറോൾ. ഇത് പല്ലുവിന്റെ പോർഷനാ വരുന്നത്. ഇതാ ഇങ്ങനെ. അപ്പൊ നമുക്ക് ഇവിടെ വന്ന് ചൂസ് ചെയ്യാൻ ഒരുപാടുണ്ട്. ഞാൻ ഇത് കളർ ഇങ്ങനെ കണ്ടപ്പോ ഇങ്ങനെ എടുത്തു എന്ന് മാത്രം കേട്ടോ. ഇതൊക്കെ ചിക്കൻ കറി വർക്ക് ചെയ്തിട്ടുള്ളതുണ്ട്, അതും ഒറിജിനൽ ചിക്കൻ കറി വർക്കാണ്. പിന്നെ സിൽക്ക് ഉണ്ട്, സിൽക്ക് ഉണ്ട്, പ്യുർ സിൽക്കില്. ഞാൻ ഇട്ട് വന്ന സംഭവം ഒന്ന് ഞാൻ കാണിച്ചോട്ടെ. ഹലോ ഹലോ, ഇവിടെ ആ ഇട്ട് വന്നതൊന്ന് ഞാൻ കാണിച്ചോട്ടെ ക്യാമറയില്. നല്ല ഭംഗിയുണ്ട്, ആർക്ക് നാണോ? ഒന്ന് കാണിച്ചു തായോ, ഒന്ന് ക്യാമറ ഒന്ന് തിരിച്ചേ. അത് ട്രയൽ ചെയ്ത് വന്നതാണ് കേട്ടോ. അപ്പൊ ഏത് പ്രായക്കാർക്കും നമുക്ക് യൂസ് ചെയ്യാനുള്ള സംഭവം ഇവിടെ ഉണ്ടെന്നുള്ളത്. ചേച്ചി ഒന്ന് തിരിഞ്ഞേ. എന്താ മേക്കപ്പ് ഇട്ടിട്ടില്ലല്ലോ മുഖം? ഞാൻ ഒന്ന് മുത്തിയാ മതിയാ, ലിപ്സ്റ്റിക് അങ്ങോട്ട് വന്നോളൂ. സൂപ്പറായിട്ടുണ്ട്, എന്തായാലും കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതിന്റെ കൂടെ പാന്റ് ഉണ്ടോ? എങ്ങനെയാ? നിങ്ങൾ ഫസ്റ്റ് ടൈം ആണോ വരുന്നേ? എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? സെറ്റ് അല്ലേ? അതൊന്നും എന്റെ തട്ടണു ബാഗോടെ പൊക്കോളം പറഞ്ഞിട്ട്. ഒറ്റയ്ക്കാണോ എല്ലാരും കൂടി ഒരുമിച്ചാണോ? എല്ലാരും ഒരുമിച്ചാണ് വന്നിരിക്കണേ. എന്തായാലും അടിപൊളി, താങ്ക് യു. പാന്റ് സെലക്ട് ചെയ്യാൻ അവർ അതിനുള്ള ബിസിയാണ്. ഓക്കെ, എന്തായാലും അല്ല നമുക്ക് ഏത് പ്രായക്കാർക്കും ഇവിടെ ചിക്കൻ കറി എന്ന് പറയുമ്പോ സൂട്ടാവുന്നുള്ളത് കാണിക്കണ്ടേ? കുട്ടികളുടെ മുതൽ ഏത് ഏജ് ചിക്കൻ കറി എന്ന് പറയുമ്പോ ഒരു ട്രെൻഡ് പണ്ടേ തൊട്ടുണ്ട്, അത് എന്നും കാലകാലം പോകുന്ന ഒരു ട്രെൻഡാണ്. പിന്നെ സിൽക്കില്, പ്യുർ സിൽക്കിൽ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട്. ഇതിന് പല കളർ ഉണ്ട്. ഇങ്ങനെ നോക്കാം, ഇവിടെ ഒടിപ്പിച്ച് കാണാം. ഗ്രീൻ ഉണ്ട്, ഇതെല്ലാം ടെസർ സിൽക്ക് ആണ്. ടെസർ സിൽക്ക് ഇങ്ങനെ റാക്കിൽ നോക്കി കാണിച്ചു തന്നാലേ. ക്യാമറ ഇങ്ങോട്ട് തിരിക്കൂ റാക്കിലേക്ക്. അപ്പൊ കൊറേ സാരിയുടെ കളക്ഷൻസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റൂട്ടോ. അത് ഒരുപാടുണ്ട്, മൾട്ടി ഷെയ്ഡിൽ മൾട്ടി കളറിന്റെ ഷിഫോണിന്റെ സാരി, മൾട്ടി ഷെയ്ഡിൽ, അങ്ങനെ ഒരുപാട് മെറ്റീരിയൽസ്, ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ചിക്കൻ കറിയിൽ കിട്ടുന്നുണ്ട്. മൾട്ടിയില് നമ്മൾക്ക് കുർത്തീസിലും ഉണ്ട് കേട്ടോ, അതുപോലെ സാരീസിലും ഉണ്ട്, അൺസ്റ്റിച്ചഡ് മെറ്റീരിയലും ഉണ്ട്. എല്ലാത്തിലും നമുക്ക് ചിക്കൻ കറി ചിക്കൻ മൈൻഡിൽ വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എല്ലാം സെറ്റാണ് അല്ലേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്ക് ഈ വർക്ക് നമ്മൾ ചിക്കൻ കറിയിൽ കണ്ടിട്ടുണ്ടാവില്ലേ? ഈ ഒരു വർക്ക് കുറച്ച് ഡിഫറെന്റ് ആണ്, നോർമൽ കാണുന്നേക്കാളും വിട്ടിട്ട് കുറച്ച് ഡിഫറെന്റ് വർക്കാണ് ചിക്കൻ കറിയിൽ. സാരി ആട്ടോ ഇത് ഫുള്ള്, ഈ കാണുന്നത് മൊത്തം സാരിയാ അല്ലേ? പിന്നെ ഇവിടെ വരാണെങ്കിൽ നമുക്ക് ട്രയൽ റൂമും ഉണ്ട്. മൽക്കോട്ടനില് ഫുൾ അത് ബ്ലൗസ് വിത്ത് ബ്ലൗസ് ആണ്. കംപ്ലീറ്റ് വർക്കോട് കൂടി ഫുൾ ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് ബാക്ക് സൈഡ് കഴിഞ്ഞാൽ ആ കുത്തണ ഭാഗത്ത് മാത്രമല്ല, ബാക്കിയുള്ള എല്ലായിടത്തും നമുക്ക് വർക്ക് വരുന്നുണ്ട്. ഒരുപാട് ഓപ്ഷൻ. ബ്ലൗസിലും വർക്ക് ഉണ്ട്, സ്ലീവിന്റെ പോർഷനിൽ കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഈ ഒരു സെക്ഷനിലേക്ക് ഒന്ന് പോവാം. ഒന്ന് അടുത്തേക്ക് പോയിട്ട് ഒന്ന് ഓടിച്ചു കാണിച്ചാലേ കറക്റ്റ് ആയിട്ട് എല്ലാ കളർ സാരീസിന്റെ വെറൈറ്റീസ് ആണ് കേട്ടോ. നമുക്ക് കുറെ ഉണ്ട് കാണിക്കാനായിട്ട്. അപ്പൊ ഇനിയിപ്പോ അടുത്ത സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പുറത്തെ ഒരു സെക്ഷനിലും കുറെ കാണിക്കാനുണ്ട്. ഈ ഒരു സെക്ഷനിൽ എന്താ വരുന്നത്? ഇത് അൺസ്റ്റിച്ചഡിന്റെ ഡിസ്പ്ലേ കാണിച്ചിരിക്കുന്നതാണ്. പിന്നെ ഈ ദുപ്പട്ട ജസ്റ്റ് ഒന്ന് ഓടിപ്പിച്ച് കാണിച്ചോ. ഇതിലെന്ന് വെച്ചാൽ ഡയബിൾ ഉണ്ട്, കോട്ടൺ ഉണ്ട്, ജോർജറ്റ് ഉണ്ട്, കോട്ട മെറ്റീരിയൽ ഉണ്ട്, പിന്നെ അങ്ങനെ മെറ്റീരിയൽസ് ഇഷ്ടം പോലെ. ഓക്കെ, പിന്നെ ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ ഒരു സംഭവം കൂടി കാണിച്ചു തരാം. നമ്മള് ഷോർട്ട് ടോപ്പിന്റെ കളക്ഷൻസ്. ഇതാ ഷോർട്ട് ടോപ്പിന്റെ വെറൈറ്റീസ് ആണ് കേട്ടോ. ഇത് ആ മെറ്റീരിയൽ ഒക്കെ ഉണ്ടല്ലേ? കുറച്ച് ഞാൻ ഇങ്ങനെ എടുത്ത് കാണിക്കാന്ന് മാത്രം.
എല്ലാ മെറ്റീരിയൽ അവൈലബിൾ അല്ലേ? ആ എല്ലാ മെറ്റീരിയൽ ഉണ്ട്. ആ പിന്നെ ഇതൊക്കെ ഈ ജീൻസിന്റെ കൂടെ അടിപൊളിയായിരിക്കും, അല്ലെങ്കിൽ പലാസോന്റെ കൂടെ. ഇത് കോട്ടാടെ ഉണ്ട്, പ്രിന്റ് ഉള്ളതുണ്ട്, പ്രിന്റ് ഉണ്ട്, പ്രിന്റിൽ വരുന്നുണ്ട്, പ്ലെയിനിൽ വരുന്നുണ്ട്, ഒക്കെ ചിക്കൻ കറിയിൽ വരുന്നുണ്ട്. ട്രാൻസ്ഫർ വേണമെങ്കിൽ ഇത് സിഫോൺ ഉണ്ട്. ആ ഇതിലൊക്കെയാണ് ടാൻ ടോപ്പ് ഇട്ടിട്ട് പിന്നെ ഈ ഒരു സംഭവം ഇട്ട് കഴിഞ്ഞ സെറ്റ് ആണ്, പിന്നെ വേറെ ഒന്നും വേണ്ട. പിന്നെ ചിലര് ഉള്ളില് എന്താ പറയാ ഇതിലുണ്ട് ജോർജറ്റ് മസ്ലിൻ. ഇതില് ഓക്കെ. ആ ഇതില് ടെസർ ഉണ്ട്, മസ്ലിൻ, മോഡാലുണ്ട്, ജോർജറ്റിലുണ്ട്, മസ്ലിനിലുണ്ട്. ഇതൊക്കെ ചിക്കൻ കറി വർക്കിലാണ് കേട്ടോ വരുന്നത്. ഫുൾ അതിന്റെ ഒക്കെ പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് കൂടുതലുള്ളത്, ഡാർക്ക് ഷെയ്ഡ്സ് ഇത്തിരി കുറവാണ്. പിന്നെ ഈ ഒരു സംഭവം കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്തോ, അംഗ്രക്ക സ്റ്റൈലില് റെഡിമെയ്ഡ്. ഇതൊരു സിംഗിൾ ആണല്ലേ? ഓൺലി ടോപ്പ് ആണ് ഇത്. ഓൺലി ടോപ്പ് മാത്രമായിട്ട് വരുന്നത്. ഇതിനും പെണ്ണുങ്ങളുടെ ഒരു മരിക്കും അത്രയും നല്ല അടിപൊളി സംഭവമാണ് ഉള്ളത്. പിന്നെ അൺസ്റ്റിച്ചഡിന്റെ ഒരു ഇത് വരുമ്പോൾ പെട്ടെന്ന് അല്ല, ഇത് എപ്പോഴും ട്രെൻഡാണ്, പെട്ടെന്ന് സെയിലായി പോണത് അത്രയും നല്ലത്. പിന്നെ അൺസ്റ്റിച്ചഡിന്റെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താണ് ഇപ്പുറത്തെ സൈഡിൽ? പിന്നെ ഇത് അനാർക്കലി ഉണ്ട്. പിന്നെ ഇത് സിംഗിൾ ടോപ്പ് ആണ്. ഇത് സിംഗിൾ ടോപ്പാ? സിംഗിൾ ടോപ്പ്. നമ്മൾ നേരത്തെ അവിടെ എല്ലാ കളറും അതിന്റെ ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ഇങ്ങനെ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വന്നത് ഷോർട്ട് ടോപ്പ്. ഇത് ഞാൻ അവിടെ അനാർക്കലി കാണിച്ചില്ല. അതിന്റെ ഡിഫറെന്റ് കളേഴ്സ് അല്ലേ? നമുക്ക് ഓംബ്ര സ്റ്റൈലിൽ വരുന്നതും ലോങ്ങില് വരുന്നതും. ഇത് ലോങ്ങിലാ വരുന്നത് കേട്ടോ. ഞാൻ ഇവിടെ ഒരിനോടും കണ്ടിരുന്നു, അതെവിടെ പോയി? അത് ഇപ്പൊ തന്നെ പെട്ടെന്ന് സെയിലായി പോയി. ഒരു റെഡ്, ഇതൊരു വേറെ മോഡൽ, ഇതൊരു വേറെ മോഡൽ കേട്ടോ. നടുക്കിൽ ഇങ്ങനെ കെട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഒരു ഓംബ്ര സ്റ്റൈലിലാണ് വരുന്നത്, 2 ഷെയ്ഡ് ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ. ഫുൾ ചിക്കൻ കറിയിലാണ്. ഇതിലും നമുക്ക് ആ പറഞ്ഞ മെറ്റീരിയൽ എല്ലാതും അവൈലബിൾ ആണ്. ഇത് ജോർജറ്റിന്റെ വരാറുണ്ട്, പിന്നെ ചന്തേരിയിലുണ്ട്. ഇത് ഡൈബൽ മെറ്റീരിയൽ ആണ്, ഡൈ ചെയ്ത കളറില്ല. ഓക്കെ, അപ്പൊ ഇതിപ്പോ ഡൈ ചെയ്ത് വെച്ചിട്ടുള്ളതാ? ഇത് ഡൈ ചെയ്ത കളറാണ്. കുറെ ഓപ്ഷൻ ഉണ്ട്. ഇത് അനാർക്കലിയില് മുകേഷ് വർക്ക്. ഇത് മസ്ലിനാണ്. മസ്ലിനില് നല്ല ഫ്ലയർ ഉണ്ട്. ഞാൻ അവിടെ മിററിൽ ഇങ്ങനെ നോക്കണ് ഭംഗിയുണ്ടോ ഇല്ലേ. ഇതൊക്കെ ശരിക്കും പറഞ്ഞ ഇതിനുള്ള പാന്റ് ഒക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് തരൂലേ നമുക്ക്? ഇതല്ല ഞാൻ ഇട്ട സംഭവം അല്ല, ഡിസൈൻ വ്യത്യാസമുണ്ട്. ഡിസൈൻ വ്യത്യാസമുണ്ട്. എന്നാ ബ്ലാക്ക്. പക്ഷെ ഇത് ഈ ഹാങ്കറിൽ പിന്നെ ഇങ്ങനെ നോക്കിട്ട് ഒരു കാര്യമില്ല. ഹാങ്കറിൽ ഇടുന്നതും നമ്മൾ ഇട്ട് കാണുന്നതും രണ്ടാണ്. രണ്ടും ഭംഗി വേറെ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരുപാട്. പിന്നെ ഷ്രഗ് ഉണ്ട്, അതെവിടെ പോയി? ഷ്രഗ് വാവ് സൂപ്പർ. ഇങ്ങനെ കണ്ട് ഷ്രഗ് എന്ന് ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് ഷ്രഗ് എന്ന് ഉദ്ദേശിച്ചാൽ നിങ്ങൾക്ക് അറിയാം. ഇത് ഒരെണ്ണം ഉണ്ടായിരുന്നു. ഇത് ജാക്കറ്റ് പോലെയാണ്. ഇതിന് സ്റ്റിച്ചാണ്. ഇത് ഡബിൾ പോലെയാണ്. ഇത് ഡബിൾ ഇല്ല. കണ്ട ഇങ്ങോട്ട് വന്നാൽ അതിന്റെ കറക്റ്റ് ലുക്ക് കാണാൻ പറ്റുള്ളൂ. ഫ്ലെയർ ഇതാ കണ്ട, നല്ലോണം ഫ്ലെയർ ഉണ്ട്. ഓ അടിപൊളി. ഇത് ഒരു എന്താ പറയാ, മുഗളെ ആസം ആ സ്റ്റൈൽ. ഇത് അവിടെ നവാബുമാരുടെ ബേഗന്മാരാണ്. ബേഗന്മാരിടുന്ന ഒരു ലുക്കാണ് കേട്ടോ ഇത്. ശരിക്കും ഇത് 2 പീസാ അല്ലെങ്കിൽ ഇതിന്റെ കൂടെ സിംഗിൾ പീസ് ആണ്. ഇത് ഓൾറെഡി ഡിസൈൻ ഇങ്ങനെ വന്നിട്ടുള്ളതാ. പിന്നെ ഇതിന്റെ വേറൊരു മോഡൽ, ഇതിന്റെ കളർ വേറെയാണ്. വേറെ കളറാണ് അല്ലേ? പക്ഷെ ഡിസൈൻ മാറ്റം ഉണ്ട് കേട്ടോ. ഇത് രണ്ടാണ്, രണ്ടിനും മാറ്റമുണ്ട്. അതെനിക്ക് തോന്നുന്നു വേറെ 2 പീസായിട്ടാ വരുന്നത്. ഇത് 2 പീസാണ്. ഇത് 2 പീസാണ്. ഇത് 2 പീസല്ല, ഒരു ഒറ്റ പീസാണ് വരുന്നത്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇനി ഈ ഒരു ഷ്രഗും കൂടി ഒന്ന് കാണിക്കാം ഞാൻ. ഷ്രഗ് എന്ന് പറയാനായിട്ട് നമ്മളിപ്പോൾ നോർമലി എന്തെങ്കിലും നമുക്ക് സ്റ്റൈൽ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒരു ഷ്രഗ് ഞാൻ ഇപ്പൊ ഇങ്ങനെ ഇട്ട് കാണിക്കണമെന്ന് മാത്രം. എന്തായാലും വൈറ്റ് ആയതുകൊണ്ട് ജാക്കറ്റ് പോലെ ഷ്രഗ് കേട്ടോ. അതിപ്പോ നമുക്ക് ലോങ്ങിലെ വരണുള്ള മെയിൻ ആയിട്ട് ഷോർട്ട് ഇല്ല അല്ലേ? ലോങ്ങില് ചിക്കൻ കറി ഇങ്ങനെ ഷ്രഗ്. ഇത് ബ്ലാക്ക് വൈറ്റ് അങ്ങനെ കുറെ കോമ്പിനേഷൻ. ഇത് ഡൈബിൾ ആണ്, ഡൈബിൾ ഷ്രഗ്. പിന്നെ അത് ഈ മുള്ളിലത്തെ ഒന്ന് ഡിസ്പ്ലേ ചെയ്തിട്ടോ. കുറേ കാണാനുണ്ട്, കാണിക്കാനും ഉണ്ട്. ഇഷ്ടം പോലെ മോഡൽസും ഉണ്ട്, ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. പ്രിന്റിൽ പ്ലെയിനിലായിട്ട് 3 പീസിന്റെയും കളക്ഷൻസ് എന്നുവെച്ചാൽ കണ്ടാലും തീരില്ല, അത്രയും കളക്ഷൻസ് കുറെ കാണിച്ചിട്ടില്ല. നമുക്ക് എന്താ പറയാ, ഒരു പരിമിതി ഉണ്ടല്ലോ കാണിക്കാനായിട്ട്. പക്ഷെ എന്തായാലും ഇവിടെ ചിക്കൻ കറി ലവേഴ്സ് തന്നെ, ചിക്കൻ കറി വർക്കിന്റെ ഫാൻസ് ആണ് നമ്മൾ. ഒരുവിധം എല്ലാം പെണ്ണുങ്ങൾ അവർക്കുള്ള കളക്ഷൻസ് ഇവിടെ ഡെഫിനറ്റ്ലി ഉണ്ട്. നമ്മൾ ഒന്നുകൂടി ഒന്ന് ലൊക്കേഷൻ പറഞ്ഞാൽ അവസാനിപ്പിച്ചാലോ? അതിന്റെ പേരല്ലോ എറണാകുളം MG റോഡ്
മഹാരാജ കോളേജ് ഗ്രൗണ്ട് സെയിം ഓപ്പോസിറ്റ് മെട്രോ പില്ലർ നമ്പർ 698. ഇതിന്റെ അടുത്തായിട്ടാണ് കടയുടെ പേര്. കേക്കസ ലക്നൗ ചിക്കൻ പാലസ്. അത് ലക്നൗ എന്ന് പറഞ്ഞിട്ട് തന്നെ കടയുടെ പേര് വെച്ചിരിക്കണം. പിന്നെ ഇനി ഒരു ഡൗട്ടും ഇല്ല, 6 വർഷമായിട്ട് ഇവർ ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഇന്നാണ് കണ്ടത്. എന്തായാലും അടിപൊളിയാണ് കളക്ഷൻസ്. തിരുവനന്തപുരത്തിലെ വേഗം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. എവിടെ? ട്രിവാൻഡ്രം എവിടെയാ ലൊക്കേഷൻ? MG റോഡ് ജയലക്ഷ്മിന്റെ അടുത്ത് തന്നെ. MG റോഡില്. പിന്നെ ഇവരുടെ ടീമുണ്ട്, അവരൊന്ന് ജസ്റ്റ് ഒരു ഹായ് പറയാവാ, വെറുതെ ഒന്ന് ഒരു ഹായ് പറഞ്ഞിട്ട്. ഇവർക്കൊന്നും മലയാളം അറിയില്ല. മലയാളം ഞാൻ ഇപ്പൊ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ മലയാളം അറിയുന്ന ആൾക്കാരുണ്ട്, ബാക്കിയുള്ളവരൊക്കെ ഹിന്ദി. ഇത് അവിടെ ഒരു ഹായ് പറഞ്ഞോ, ഹായ് ബോലിയാണോ? ഹായ് ഹായ് ബസ്. വാപ്പയൊക്കെ ബിസിയാ, അവര് കസ്റ്റമറായിട്ട് തിരക്കിലാണ്. എന്തായാലും ഇവിടെ സ്റ്റാഫ്മാരുണ്ട്, അവര് എപ്പോഴും കസ്റ്റമർ എപ്പോഴും ഉണ്ടാവില്ല. അതെ, അതാണ്. പക്ഷെ ഇത്ര നേരം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തതിന് അതിനൊരു താങ്ക് യു സോ മച്ച്. അടുത്തൊരു പുതിയ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുന്നതിനേക്കാളും മുന്നേ നമ്മളിപ്പോ ഇത്ര നേരം ഇവിടെ നിന്നു, നിങ്ങൾ ഇത്രയും നേരം നമ്മുടെ കൂടെ സ്പെൻഡ് ഒക്കെ ചെയ്തു. പക്ഷെ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേര് അവിടെ ഇരിക്കുന്നുണ്ട്, അവർക്ക് എന്തെങ്കിലുമൊക്കെ വല്ലതും കൊടുക്കും. ഇത് വീഡിയോ കണ്ടിട്ട് വന്ന ആൾക്കാർക്ക് 10% ഡിസ്കൗണ്ട് കൊടുക്കും. 10% ഡിസ്കൗണ്ട് കൊടുക്കും. ടെൻഷൻ വന്നെന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായതുകൊണ്ട് മലയാളം കൂടി പറഞ്ഞു, അപ്പൊ ക്ലിയർ ആയില്ല മൊത്തത്തില്. അപ്പൊ ഇവിടെ നിന്ന് എന്ത് പർച്ചേസ് ചെയ്താലും നമ്മുടെ ചാനലിന്റെ വീഡിയോ കാണിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 10% ഓഫ് ആണ് കൊടുക്കുന്നത്. അപ്പൊ എന്ത് പർച്ചേസ് ചെയ്താലും അത് ഇത്ര എമൗണ്ട് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. കൊടുക്കല്ലേ? പക്ക. ഓക്കെ, അപ്പൊ സെറ്റ്. അപ്പൊ ഇനി എല്ലാവരും ഒരു ബൈ പറഞ്ഞോ. അടുത്തൊരു പുതിയ വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.